അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവ് നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയായി കൃപാസ്ഥാനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷയുടെ ശക്തിയായി ഞങ്ങൾ കഴിഞ്ഞ ഒക്ടോബർ 25 കൃപാസനത്തിൽ നിന്ന് അർത്തിങ്കപ്പള്ളിയിലേക്ക് നടത്തിയ 5 ലക്ഷത്തോളം പേര് പങ്കെടുത്തിട്ടുള്ള കോടിക്കണക്കിന് ജപമാലയുടെ ശക്തിയായി ഈ പ്രാർത്ഥന കൂടുന്നവർ കർത്താവ് ആശീർവദിക്കട്ടെ. നിങ്ങളുടെ ശരീരങ്ങളെ കർത്താവ് അടിപ്പട പോലെ സ്പർശിക്കട്ടെ. നിങ്ങളുടെ തൊഴിലിടങ്ങളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ. വർഷങ്ങളായി മുടങ്ങിക്കിടന്നിരുന്ന എല്ലാ പദ്ധതികളും കർത്താവിൻ്റെ കൃപയിൽ പുനർജനിക്കുകയും പുനർജീവിക്കുകയും അതിജീവിക്കുകയും ചെയ്യട്ടെ. മക്കളെക്കുറിച്ച് വേദന അനുഭവിക്കുന്നവരെ, അവിടെ വിവാഹത്തെക്കുറിച്ച് വേദന അനുഭവിക്കുന്നവരെ, മക്കളില്ലാത്തവർ, ജോലി ഇല്ലാത്തവർ, പരീക്ഷാഫലം പ്രതീക്ഷിക്കുന്നവർ, പരീക്ഷാഫലത്തിലെ മാർക്ക് കുറവുകൊണ്ട് റീവാലുവേഷൻ കൊടുത്തിരിക്കുന്നവർ, ഓരോരോ ഇൻ്റർവ്യൂവിനും ടെസ്റ്റിനും വേണ്ടി കാത്തിരിക്കുന്നവർ, അത് കഴിഞ്ഞവരെ, വിസ പ്രോസസ്സിങ് കൊടുത്തിരിക്കുന്നവർ, വിസ പുതുക്കി കിട്ടാത്തവരെ,
നാട്ടിൽ ജോലിക്ക് വേണ്ടി അലയുന്നവരെ, റാങ്ക് ലിസ്റ്റിലുള്ളവരെ, ജോലി നഷ്ടപ്പെടാൻ പോകുന്നവരെ, ഡിവിഷണൽ ഫോമുള്ള അധ്യാപകരെ എല്ലാവരെയും സംബന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ, സഭയുടെ അധികാരത്തിൽ, കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥത്തിലെ ഏത് നാമത്തെ മഹത്വത്തിനായി ദൈവത്തിലെ നിൻ്റെ എല്ലാവിധ വേദനകളിൽ നിന്നും കർത്താവ് നിന്നെ സംരക്ഷിക്കട്ടെ. ഈ ദിവസം നിനക്ക് ദൈവം നിറയുന്ന ദൈവസഹായത്തിൻ്റെ നിമിഷമാകട്ടെ. God increase the spirit of power and grace. തകർന്ന ഹൃദയം അങ്ങ് നിരസിക്കുകയില്ല. അപ്പൊ ഇതെല്ലാം ജീവിത അനുഭവങ്ങളിലൂടെയാണ് സങ്കീർത്തനങ്ങളൊക്കെ രൂപപ്പെട്ടു വരുന്നത്. സങ്കീർത്തനം 34:18 ഹൃദയം നുറുങ്ങിയവർക്ക് കർത്താവ് സമീപസ്ഥനാണ്, മനമുരുകിയവരെ അവിടുന്ന് രക്ഷിക്കുന്നു. തകർന്ന ഹൃദയമാണ് എൻ്റെ കാഴ്ചയെന്ന് പറയത്തില്ലേ, അത് ഈ അർത്ഥത്തിലാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സങ്കീർത്തനം 51:17 അതിന്റെ ഭാഗമായിട്ട് വരുന്നത്. ഉരുകിയ മനസ്സാണ് ദൈവത്തിന്റെ സ്വീകാര്യമായ ബലി. ദൈവമേ, നുറുങ്ങിയ ഹൃദയത്തെ അങ്ങ് നിരസിക്കുകയില്ല. ഇത് അദ്ദേഹത്തിന് ആ ദൈവത്തിന്റെ സന്നിധിയിലെ ആവലാതിപ്പെടുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് നൽകിയ ഒരു കമ്മ്യൂണിക്കേഷനാണ്. അതുകൊണ്ടാണ് അത് അതിൻ്റെ കൂടെ എഴുതിപ്പോയത്. ഇപ്പോഴ് നമ്മൾക്ക് യഥാർത്ഥ ഇസ്രായേലിനായിട്ടൊക്കെ ജീവിക്കാം. വചനം ചോദിക്കുന്നൊരു സംഭവമുണ്ടേ, ഏശാവിനെ ഞാൻ വെറുത്തു, യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു എന്നില്ലേ. ഈ യാക്കോബ് കാപട്യക്കാരനാണെന്നല്ല പറഞ്ഞത്, അയാളെ പിന്നെ ദൈവം സ്നേഹിച്ചു എന്ന് പറയാൻ കാരണം എന്താ? റോമ 9:13 യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു. അയാളാണല്ലോ ഇസ്രായേലിയൻ എന്ന് പറയണത്, യഥാർത്ഥ ഇസ്രായേലിയൻ എന്ന് പറയണത്. ആ ഇസ്രായേലിയൻ ആദ്യത്തെ ഇസ്രായേലിയൻ അദ്ദേഹമാണ്. അദ്ദേഹം കാപ്പട്യക്കാരനാണെന്നാണ് പറയണത് കർത്താവ് നഥാനിയലിനെ ഉദ്ധരിച്ചുകൊണ്ട്. പക്ഷെ എങ്കിലും യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു എന്ന് പറയണ്ട. അപ്പൊ കാപട്യത്തെക്കാൾ ഉപരി അയാൾക്ക് അതിനെക്കുറിച്ചൊന്നും ഉറക്കം ഉണ്ടാകും ചിലപ്പോൾ ഹൃദയത്തിന്. ഗതികേട് കൊണ്ട് ചിലപ്പോൾ അയാളെ അങ്ങനെ ജീവിച്ചതായിരിക്കും ചിലപ്പോൾ. അതിനുശേഷം അയാൾക്ക് കണ്ണീരുണ്ടാവും. ബഥേലിലൊക്കെ സ്വപ്നം കഴിയുമ്പോൾ അയാൾ ആ തൈലം ആ കരിങ്കൽ കഷ്ണത്തിൽ തൈലം പൂശിയിട്ട് കർത്താവിനെ പ്രതിഷ്ഠിക്കണില്ലേ. അപ്പൊ എല്ലാ ജീവിതത്തിൻ്റെ കാലാവസ്ഥകളിലും ദൈവത്തെ അവലംബിച്ചു പോകുന്നൊരു അവസ്ഥ യാക്കോബിൻ്റെ ജീവിതത്തിലെല്ലാം കാണാൻ പറ്റും. അവിടെ നമുക്ക് വരുന്നൊരു വിഷയം, യേശാവിനെ ഞാൻ വെറുത്തു, യാക്കോബിനെ ഞാൻ സ്നേഹിച്ചു. പക്ഷെ ഈശോ പറയും, ഈശോൻ്റെ കാലം വരുമ്പോഴും അയാൾ ഹിപ്പോക്രാറ്റ്സിൻ്റെ ലിസ്റ്റിലാണ് അയാൾ ഉള്ളത്. ഹിപ്പോക്രാറ്റ്സിനെ ദൈവം സ്നേഹിക്കുന്നു എന്ന് വെച്ചാൽ, ഞാൻ എന്താ ഇതിപ്പം നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാലേ, നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കുറ്റബോധം ഉണ്ടാകും. കൈബദ്ധങ്ങൾക്ക് ജീവിതത്തിൽ ചില സമയത്ത് വരും. വന്നാൽ ഹൃദയനുറുക്കം ഉണ്ടാകണം, അത്രേ ഉള്ളൂ. ഹൃദയനുറുക്കം എന്ന് പറയുമ്പോഴേ വീണ്ടും വീണ്ടും നിങ്ങൾക്ക് പറ്റിയ അബദ്ധം ആവർത്തിച്ച് ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ട് ഒരു ജീവിതം ക്രമീകരിക്കുകയല്ല, മറിച്ച് എന്തെങ്കിലും ഒരു ദൈവത്തിൽ നിരക്കാത്ത ഒരു ചെറുതായ കാര്യമാണെങ്കിലും ഈ അനുതാപം ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. പല ആൾക്കാർക്കും ആധ്യാത്മിക വരൾച്ച വരാൻ കാരണം അതിൻ്റെ അന്തസത്തയായ അനുതാപം ദൈവസ്നേഹത്തോടു കൂടി അദ്ദേഹത്തിന് ഇല്ലാത്തതും, ഈ വിഷയങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ വേണ്ടി അദ്ദേഹം ഉള്ളിൽ തീരുമാനിക്കുന്നത് കൊണ്ടും, ദൈവത്തിൻ്റെ കണ്ണിലെ ഒരു പൊടിയിട്ട് തൽക്കാലത്തേക്ക് ഇങ്ങനെ കഴിഞ്ഞുകൂടുക എന്നുള്ള മിനിമം പരിപാടി ആയതുകൊണ്ടാണ്. ഉടമ്പടിക്കാരോടാണ് ഞാൻ ഇത്രയും കർക്കശമായിട്ട് സംസാരിക്കുന്നത്. കാര്യം
ഉടമ്പടിക്കാരെ ഈ വിഷയത്തിൽ അങ്ങനെ ഒരു സെറ്റപ്പാണെങ്കിൽ നിങ്ങൾ സെറ്റപ്പ് ചേഞ്ച് ചെയ്യേണ്ടി വരും. സത്യസന്ധമായ അനുതാപത്തിലൂടെ മുന്നോട്ട് പോകാൻ, ഹൃദയം നുറുങ്ങിയ ഹൃദയത്തോടെ മുന്നോട്ട് പോകാൻ, ദൈവത്തിനൊന്ന് സ്വീകാര്യമായ രീതിയിൽ നിലനിൽക്കാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ. എൻ്റെ കുടുംബത്തെയും ഉയർത്തിയതിന് അമ്മ മാതാവിനും ഈശോയ്ക്കും ആദ്യമേ ഞാൻ നന്ദി പറയുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2020 ഞങ്ങൾ UAE അലൈൻ എന്ന ദേശത്തു നിന്ന് വരുന്നു. ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് 2024 നവംബർ 25-ാം തീയതിയാണ്. ഞാൻ ഉടമ്പടി എടുക്കുവാനുണ്ടായ സാഹചര്യം, 10 വർഷം മുൻപ് ഞാൻ UAE നിന്നപ്പോൾ പരിചയപ്പെട്ട ഒരു ചേച്ചി ഒരു 2024 മെയ് മാസത്തിൽ ഞങ്ങൾ അവിചാരിതമായി കണ്ടുമുട്ടുകയും ഫോൺ നമ്പർ അന്നേരം ഞങ്ങൾ കൈമാറി. കാരണം 10 വർഷം മുമ്പുള്ള നമ്പർ അല്ലായിരുന്നു ആ ചേച്ചിയുടേത്. പെട്ടെന്ന് ഒരു ദിവസം ആ ചേച്ചി എന്നെ ഫോണിൽ വിളിച്ച് നോർമലി ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാൽ എന്നോട് പറയാണ്, ഡിനു ഇങ്ങനെ ഒരു കൃപാസനമുണ്ട്, നീ അവിടെ പോയിന്ന് പ്രാർത്ഥിക്കുമോ? അമ്മ മാതാവിൻ്റെ വലിയ അനുഗ്രഹം നടക്കുന്ന ഒരിടമാണെന്ന്. ഞാൻ 2023 മുതൽ ഈ മാതാവിൻ്റെ സാക്ഷ്യങ്ങൾ യൂട്യൂബിൽ കേൾക്കുമായിരുന്നു. പക്ഷെങ്കിൽ ഞാനൊരു ക്രിസ്ത്യാനി ആയിട്ട് പോലും എനിക്കത്ര വിശ്വാസം പോരായിരുന്നു. എല്ലായിടത്തും അടയാളങ്ങളും അത്ഭുതങ്ങളും നടക്കുന്നുണ്ടല്ലോ, പിന്നെന്താ ഒരു കൃപാസനം എന്നുള്ളൊരു ചിന്ത എന്നിലുണ്ടായിരുന്നു. അപ്പോൾ എങ്കിലും ഞാൻ വീട്ടിൽ സാക്ഷ്യങ്ങൾ വെച്ച് കേൾക്കും. പക്ഷേ എനിക്കത്ര വിശ്വാസമോ ഉടമ്പടി എന്താണെന്നൊന്നും എനിക്കറിയില്ലായിരുന്നു. അങ്ങനെ ഇരിക്കെ ഈ ചേച്ചിയുടെ ഒരു ഒറ്റ വാക്കിൽ ഞാൻ ഫോൺ കട്ട് ചെയ്തിട്ട് ഞാൻ ഹസ്ബൻഡിനോട് പറയുകയാണ്, മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരിടമാണ് കൃപാസനം, നമുക്കൊന്ന് ഓൺലൈൻ ഉടമ്പടി എടുത്താലോ? ആ നിമിഷം തന്നെ ഹസ്ബൻഡ് സമ്മതിക്കുകയും ഞങ്ങൾ യൂട്യൂബ് വെച്ച് ഞങ്ങൾ കൃപാസനം സാക്ഷ്യങ്ങൾ കാണാൻ തുടങ്ങി. അത് ഞങ്ങളുടെ ജീവിതത്തിലെ വലിയൊരു അനുഗ്രഹമായെന്ന് പറയും. അങ്ങനെ ഞങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തു, കൃപാസനത്തിലെ ഉടമ്പടി നിയമങ്ങളും കാര്യങ്ങളും ഒക്കെയും കണ്ട് എൻ്റെ ഹസ്ബൻഡാണ് ആദ്യമായി ഓൺലൈൻ ഉടമ്പടി എടുക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിന് കരിയർ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. അപ്പം അതായിരുന്നു ഞങ്ങൾ ഉടമ്പടി നിയോഗത്തിൽ ആദ്യം വെച്ചത്. ഹസ്ബൻഡ് ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം, അതിനു മുൻപ് പലയിടത്തും CV അയക്കും, പക്ഷേ എങ്ങൊന്നും ഒരു ഫോൺ കോളുകളോ ഒന്നും വരില്ലായിരുന്നു. പക്ഷേ ഹസ്ബൻഡ് ഓൺലൈൻ ഉടമ്പടി എടുത്തതിന് ശേഷം ബയോഡേറ്റ അയക്കുമ്പം അവിചാരിതമായ സ്ഥലങ്ങളിലെല്ലാം ഞങ്ങൾക്ക് ഇൻ്റർവ്യൂ കോളുകൾ വന്നു തുടങ്ങി. ഹസ്ബൻഡ് പോകും, അറ്റൻഡ് ചെയ്യും, ഒരാഴ്ച വെയിറ്റ് ചെയ്യാൻ പറയും, പക്ഷേ റിസൾട്ട് ഒന്നും ഞങ്ങൾക്ക് വരില്ല. അങ്ങനെ ഇരിക്കെ ഞങ്ങൾ താമസിക്കുന്നിടത്തു നിന്ന് തന്നെ ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ കോൾ വന്നു. അപ്പോൾ ഞാൻ എന്നും ഈ ഉടമ്പടി സാക്ഷ്യം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നാൽ കേൾക്കണത്. പെട്ടെന്ന് എനിക്കൊരു ഓർമ്മ വന്നു, എൻ്റെ വീട്ടിലൊരു കൃപാസനം പത്രം ഇരിപ്പുണ്ടല്ലോ, ഞാൻ ഇന്ന് വരെ അത് തുറന്നു നോക്കിയിട്ടില്ല. 2023 വെക്കേഷൻ വന്നപ്പം എനിക്കൊരു പള്ളിയുടെ മുറ്റത്ത് നിന്ന് കിട്ടിയ പത്രമാണ്. അപ്പോൾ ഞാനത് കൊണ്ടുപോയി സൂക്ഷിച്ചു വെച്ചു, പക്ഷേ ഞാൻ തുറന്നു നോക്കിയിട്ടില്ല. അന്ന് ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് ഞാൻ ഹസ്ബൻഡിനോട് പറഞ്ഞു, ഈ പത്രം കയ്യിലിരിക്കട്ടെ, ഇൻ്റർവ്യൂവിന് കയറുന്നതിന് മുമ്പ് അമ്മ മാതാവിനോട് പ്രാർത്ഥിച്ചിട്ട് കയറിക്കോ, അമ്മ ഇതിൻ്റെ മേലെ പ്രവർത്തിച്ചോളൂ എന്ന് പറഞ്ഞു. ഹസ്ബൻഡിന് ഞാൻ പത്രം കൊടുത്തു വിട്ടു. ആ ഇൻ്റർവ്യൂ അവർ കൂടുതലായിട്ടൊന്നും ചോദിച്ചില്ല. ഹസ്ബൻഡിനോട് ഒരു ഫാമിലി റിലേറ്റഡ് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഹസ്ബൻഡിനെ വിട്ടു. അപ്പം ഒരു പോസിറ്റീവ് ഹസ്ബൻഡിന് അതിൽ നിന്ന് മനസ്സിലായി ഈ ജോലി കിട്ടുമെന്നുള്ളത്. അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞു, മെയിലൊന്നും വന്നില്ല. അപ്പോൾ ഹസ്ബൻഡ് അങ്ങോട്ടേക്ക് ഫോൺ വിളിച്ചപ്പോൾ അവിടുത്തെ റിസപ്ഷനിസ്റ്റ് പറഞ്ഞു, നിങ്ങൾ ഷോർട്ട് ലിസ്റ്റ് ആണല്ലോ, നിങ്ങൾക്ക് എന്താ മെയിൽ വരാത്തതെന്ന്. ഞങ്ങൾ വെയിറ്റ് ചെയ്തു, അങ്ങനെ എനിക്ക് ഒരു റിസൾട്ടും വരുന്നില്ല. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറയാൻ തുടങ്ങി, ഞാനൊന്ന് കൃപാസനത്തിൽ പോയി ഉടമ്പടി എടുത്തോട്ടെ. ഞാൻ ആദ്യമൊക്കെ വിലക്കി, കാരണം നമുക്ക് ഒന്നിച്ച് പോകാമല്ലോ, അടുത്ത വർഷം വെക്കേഷൻ, ഇപ്പോൾ പോകണ്ട എന്ന് ഞാൻ പറഞ്ഞു. പക്ഷേ ഹസ്ബൻഡ് എന്നെ നിരന്തരം ഇങ്ങനെ പ്രേരിപ്പിച്ചുകൊണ്ടിരുന്നു, എനിക്കൊന്ന് പോകണം, അവിടെ പോയി ഉടമ്പടി എടുക്കണമെന്ന്. അങ്ങനെ 2024 സെപ്റ്റംബർ 23-ാം തീയതി എൻ്റെ ഹസ്ബൻഡ് ആദ്യമായി ഇവിടെ വന്ന ഉടമ്പടി എടുത്തു. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഞാൻ പറയും ഭൗതികമായിട്ടല്ല, ആത്മീകമായി ഞങ്ങളെ ഏറെ ഉയർത്തിയെന്ന്. പരിശുദ്ധ അമ്മയുടെ മകനോട് ചോദിച്ച് ഞങ്ങൾക്ക് ഓരോ കാര്യങ്ങളും അമ്മ വഴി ഞങ്ങൾക്ക് നേടിത്തരികയായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് തിരിച്ചു വന്നപ്പോൾ മുതൽ വീണ്ടും ഇൻ്റർവ്യൂ കോളുകൾ വരാൻ തുടങ്ങി. പക്ഷേ അന്നേരം ഞങ്ങൾ ആദ്യം അറ്റൻഡ് ചെയ്ത ഈ ഇൻ്റർവ്യൂവിൽ നിന്ന് ഹസ്ബൻഡിന് മെയിൽ വരികയും ഹസ്ബൻഡിനോട് ജോയിൻ ചെയ്യാൻ പറഞ്ഞവർ. അപ്പോൾ അന്ന് പറഞ്ഞ സാലറി അല്ല, അതിൽ കുറച്ച് സാലറി. പക്ഷേ ഞങ്ങൾക്ക് സന്തോഷമായി, കാരണം ഒന്നിച്ച് നിൽക്കാമല്ലോ, നമുക്ക് വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാം, ഉടമ്പടി കാര്യങ്ങളെല്ലാം നമുക്ക് കൃത്യമായി ഒന്നിച്ചു പാലിക്കാമല്ലോ എന്നൊരാഗ്രഹമായിരുന്നു എൻ്റെ മനസ്സിൽ. അങ്ങനെ ഇരിക്കെ ഹസ്ബൻഡിന് ദുബായിൽ നിന്ന് വീണ്ടും ഒരു ഇൻ്റർവ്യൂ കോൾ വരിക. അവിടെ ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഹസ്ബൻഡ് അതും പോയി അറ്റൻഡ് ചെയ്തു. പോകുമ്പോഴെല്ലാം ഈ അമ്മയുടെ കാശുരൂപം മുറുകെ പിടിച്ചുകൊണ്ട് ഉടമ്പടി തൈലം വെച്ച് കുരിശു വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി ഞങ്ങൾ അലയിൽ നിന്ന് ദുബായിക്ക് പോകണേ 2 മണിക്കൂർ. ഹസ്ബൻഡ് അത്രയും നേരം ജപമാല ചൊല്ലിയാണ് പോയിക്കൊണ്ടിരുന്നത്. അന്നത്തെ അവിടെ ഇൻ്റർവ്യൂ കഴിഞ്ഞു. വീട്ടിലെത്തുന്നതിന് മുൻപേ ഹസ്ബൻഡിന് ഓഫർ ലെറ്ററാണ് വന്നത്. അലൈനിൽ പറഞ്ഞതിനെക്കാട്ടിൽ കൂടുതൽ ശമ്പളത്തോടുകൂടി. എൻ്റെ ഹസ്ബൻഡ് ഒരു മെക്കാനിക്കൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നത്. അവരവിടെ പ്രൊജക്ട് എഞ്ചിനീയർ എന്ന പോസ്റ്റിലേക്ക് ഹസ്ബൻഡിനെ ഞങ്ങൾ സമയച്ചുരുക്കത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ ഞങ്ങളുടെ മേൽ ഇടപെടുകയായിരുന്നു. അങ്ങനെ ഹസ്ബൻഡിന് ആ ജോലി ഓഫർ കിട്ടിയപ്പോൾ
എനിക്കപ്പോൾ വിഷമമായി. ദുബായിക്ക് പോകണോ? പോയാൽ ആഴ്ചയിലല്ലേ വരാൻ പറ്റുകയുള്ളൂ. അലയിലാകുമ്പോൾ നമുക്ക് ഒന്നിച്ച് നിന്നാൽ നമ്മുടെ എല്ലാ ആത്മീകപരമായി, ഭൗതികപരമായ കാര്യങ്ങളല്ല, ആത്മീകപരമായി ഈശോയോട് കൂടുതലെടുക്കാം. ഈശോയ്ക്കും അമ്മയ്ക്കും വേണ്ടി നമുക്ക് അനേകം പേരെ നേടണമെന്നുള്ളൊരു ചിന്തയായിരുന്നു എൻ്റെ മനസ്സിൽ. പക്ഷേ ഹസ്ബൻഡ് പറഞ്ഞു, ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ഫീൽഡുള്ള ജോലി എനിക്ക് കിട്ടിയില്ലേ, ഞാൻ പൊക്കോട്ടെ എന്ന്. അങ്ങനെ ദുബായിൽ പോയി ജോയിൻ ചെയ്യാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു. പിറ്റേ ദിവസം ജോയിനിങ്ങാണ്. ഞാൻ വീട്ടിലുണ്ട്, എനിക്ക് ഓഫാണ്. പക്ഷേ വൈകുന്നേരം ആയപ്പോൾ എൻ്റെ മനസ്സ് പറയുന്നു, ഹസ്ബൻഡിനെ വിടണ്ട, അവിടെ ജോയിൻ ചെയ്യണ്ട എന്ന്. ഞാൻ ഹസ്ബൻഡ് വീട്ടിലെത്തുന്നതിന് മുമ്പേ വിളിച്ച് പറഞ്ഞു, നാളെ ജോയിൻ ചെയ്യാൻ പോകണ്ടെന്ന്. അപ്പോൾ എന്നോട് പറഞ്ഞു, എല്ലാ പേപ്പറും സബ്മിറ്റ് ചെയ്തു, നാളെ എനിക്ക് ജോയിനിങ് ആണല്ലോ എന്ന്. ഞാൻ സമ്മതിച്ചില്ല, ജോയിൻ ചെയ്യണ്ട, അമ്മ മാതാവ് നമ്മുടെ മേൽ ഇടപെടും, അലയിലെ ജോലിക്ക് തന്നെ കയറാൻ പറഞ്ഞു. അങ്ങനെ ഹസ്ബൻഡ് അലയിലെ ജോലിക്ക് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞ് ജോയിൻ ചെയ്തു. ഫസ്റ്റ് ഡേ ആണ് ഹസ്ബൻഡ് അറിയുന്നത്. ഹസ്ബൻഡിനോട് പറഞ്ഞ കാര്യങ്ങളൊന്നുമല്ല, ഒരു ഡിസൈൻ എഞ്ചിനീയറായിട്ടാണ് ഹസ്ബൻഡിനെ അവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഹസ്ബൻഡിന് അതിൻ്റെ ഒരു കാര്യങ്ങളും അറിയത്തില്ല. ഫസ്റ്റ് ഡേ തന്നെ അവർ കുറേ പ്രൊജക്റ്റ് കാര്യങ്ങൾ ചെയ്യാൻ കൊടുത്തു, പിറ്റേ ദിവസം സബ്മിറ്റ് ചെയ്യണമെന്ന്. വളരെ വിഷമത്തോടെ ഹസ്ബൻഡ് വീട്ടിൽ വന്നിട്ട് എന്നോട് പറഞ്ഞു, ഞാൻ ദുബായിക്ക് പോയാൽ മതിയായിരുന്നു, ഇത് ഇപ്പം വലിയ പ്രശ്നത്തിലായല്ലോ, ഞാൻ നാളെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അമ്മ മാതാവ് ഇതിൻ്റെ മേൽ ഇടപെടും, അമ്മ തന്ന ജോലിയാണെങ്കിൽ അമ്മ തരട്ടെ, അല്ലെങ്കിൽ ഈ ജോലിക്ക് പോകണ്ട എന്ന്. അന്ന് ഹസ്ബൻഡ് അറിയാവുന്നവരെല്ലാം വിളിച്ച് ചോദിച്ചു, ഇതൊന്ന് പറഞ്ഞു തരുമോ, എന്തെങ്കിലും ഒന്ന് അറിയാമെങ്കിൽ പിറ്റേന്ന് ജോലിക്ക് പോകാമല്ലോ എന്ന്. പക്ഷേ ആരും വന്ന് ഹസ്ബൻഡിനെ സഹായിച്ചില്ല. ഞങ്ങൾക്ക് പിന്നീട് മനസ്സിലായി, അമ്മ മാതാവ് ഞങ്ങളുടെ മേൽ ഇടപെട്ട. ഹസ്ബൻഡ് പിറ്റേ ദിവസം ആ ജോലിക്ക് പോയില്ല. വേണ്ട എന്ന് തന്നെ വിചാരിച്ചു, അമ്മയുടെ ഈശോയുടെ ഇഷ്ടം നടക്കട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങൾ പ്രാർത്ഥനയോടെ ഇരിക്കുക. അപ്പോൾ ഒരു ദിവസം ഞാൻ ഇതുപോലെ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്ന സമയത്ത് എൻ്റെ പിറകെ നടന്ന ഹസ്ബൻഡ് പറയുക, നീ ഒന്ന് പോയി ഉടമ്പടി എടുക്കും. അപ്പോൾ ഞാൻ ഹസ്ബൻഡിൻ്റെ ഉടമ്പടിയിൽ നിന്നുകൊണ്ട് ഞാൻ 5:30 എഴുന്നേക്കുമോ എന്ന് ചോദിച്ചാൽ എഴുന്നേക്കും, പക്ഷേ പല ദിവസങ്ങളും എഴുന്നേക്കില്ല. ഹസ്ബൻഡ് പ്രാർത്ഥിച്ചോട്ടെ, അങ്ങനൊരു ചിന്തയാണ്. പക്ഷേ എന്നും ഉടമ്പടി സാക്ഷ്യം കേൾക്കുമ്പോൾ ഞാനൊരു സാക്ഷ്യത്തിൽ കേൾക്കുകയാണ്, ഭാര്യയുടെ ഉടമ്പടിയിൽ നിന്ന് അനുഗ്രഹം കൈപ്പറ്റാൻ ഒരു ഭർത്താവ് നിന്നപ്പോൾ അവിടെ മാതാവ് കൊടുത്തത് അങ്ങനെ ഭർത്താവ് വന്ന് ഉടമ്പടി എടുത്തപ്പോൾ അമ്മ കൊടുത്ത അനുഗ്രഹത്തെക്കുറിച്ച് കേൾക്കുകയാണ്. ഞാൻ പെട്ടെന്ന് ഹസ്ബൻഡ് ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ എന്തിനാണ് എന്നെ ശല്യം ചെയ്യുന്നത്, നമുക്കിനി അടുത്ത വർഷം പോയത്, ഇപ്പോൾ പോയിട്ട് വന്നേ അല്ലുള്ളൂ, ഞാൻ അടുത്ത വർഷം ഉടമ്പടി എടുത്തുകൊള്ളാമെന്ന് ഞാൻ പറഞ്ഞു. പെട്ടെന്ന് ഞാൻ മുറ്റത്തേക്ക് തുണി വിരിക്കാൻ ഇറങ്ങിയതാ. ഒരിക്കലും അനുഭവിക്കാത്തൊരു സുഗന്ധാഭിഷേകം ഞാൻ അനുഭവിച്ചു അവിടെ. അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ ചേച്ചിയുണ്ട്, ഞാൻ രണ്ടുപേരെയും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളിങ്ങോട്ട് വന്നേ, ഇത്രയും നാൾ നമുക്ക് അനുഭവിക്കാത്ത ഒരു സുഗന്ധം. പെട്ടെന്ന് എന്നോട് ആരോ പറയുക, നീ പോകണം, നീ കൃപാസനത്തിൽ പോയി നീ ഉടമ്പടി എടുക്കണം, നീ തടസ്സമായി നിൽക്കരുത്, നിൻ്റെ ജീവിതത്തിൻ്റെ തടസ്സമാണ് നിൻ്റെ കുടുംബത്തിൻ്റെ തടസ്സമെന്ന്. അങ്ങനെ ഞാൻ പെട്ടെന്ന് തീരുമാനിച്ചു, നവംബർ മാസം 25 വേറെ 4 ദിവസത്തെ അവധിയെടുത്ത് ഞാനും കുഞ്ഞുമായിട്ട് നവംബർ 25 ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാനിവിടെ ഉടമ്പടി എടുക്കുന്ന ദിവസം തന്നെ എൻ്റെ ഹസ്ബൻഡിന് അബുദാബിയിൽ നിന്ന് വീണ്ടും ഒരു കോള് വരിക, ഒരു ഇൻ്റർവ്യൂ കോള്. ആ ദിവസം ഹസ്ബൻഡ് അറ്റൻഡ് ചെയ്തു. വൈകുന്നേരം ഹസ്ബൻഡിന് ഒരു ഓഫർ ലെറ്റർ കയ്യിൽ കിട്ടി, പരിശുദ്ധ അമ്മ മാതാവ് കൊടുത്തതാണ്. എന്നിട്ട് നവംബർ 26 വീണ്ടും അബുദാബിയിൽ നിന്ന് ഉച്ച കഴിഞ്ഞ് ഒരു ഫോൺ കോൾ കൂടെ, ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, നാളെ വന്ന് അറ്റൻഡ് ചെയ്യുമോ എന്ന്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ഓർത്തു, എത്ര പ്രാവശ്യമായി ഇത് അറ്റൻഡ് ചെയ്തിട്ട് എവിടെയും ഒന്നും ഉറക്കുന്നില്ലല്ലോ എന്നൊരു ചിന്ത ഹസ്ബൻഡിന് വന്നു. അങ്ങനെ നവംബർ 26 ഹസ്ബൻഡ് നവംബർ 27 ഇൻ്റർവ്യൂക്ക് പോകാൻ വേണ്ടി ഹസ്ബൻഡ് ഒരുങ്ങി എന്നെ വിളിച്ച് പറഞ്ഞു. ഞാൻ പറഞ്ഞു, പ്രാർത്ഥിച്ചോളാം, അമ്മ മാതാവ് ഇടപെടും. പക്ഷേ ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ജോലിയൊന്നും എഴുതിയില്ല. പ്രിയപ്പെട്ട ജോസഫ് അച്ഛൻ പറയുന്നത് പോലെ, ഒരു വട്ടം നമ്മളൊരു കാര്യം അമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചാൽ, നമ്മൾക്കത് ഉടമ്പടി നമ്മൾ വിശ്വസ്തരായിരുന്നാൽ പരിശുദ്ധ അമ്മ നമ്മളെ സഹായിക്കുമെന്നുള്ളതിൻ്റെ തെളിവാണ് ഞാനും എൻ്റെ കുടുംബവും. നവംബർ 27 എൻ്റെ ഹസ്ബൻഡ് ഇൻ്റർവ്യൂവിനുമായി പോയി. ഉച്ച കഴിഞ്ഞായിരുന്നു ഇൻ്റർവ്യൂ. ഒരു ക്വസ്റ്റ്യൻ പോലും ചോദിക്കാതെ സെൽഫ് ഇൻട്രൊഡക്ഷൻ മാത്രം ചോദിച്ചു. 2 പേരായിരുന്നു ഇരുന്നത്. ചോദിച്ചിട്ട് എന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമെന്ന് ഹസ്ബൻഡിനോട് ചോദിക്കുന്നത്. എന്നിട്ട് അവരൊരു പേപ്പർ കൊടുത്തിട്ട് പറഞ്ഞു, എക്സ്പെക്റ്റഡ് സാലറി എഴുതാൻ. പരിശുദ്ധ ഹസ്ബൻഡ് എപ്പോഴും പ്രാർത്ഥിക്കും, എൻ്റെ വൈഫിന് കിട്ടുന്ന അത്രേ സാലറി എനിക്ക് തരണമേന്ന്. പക്ഷെ ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, അമ്മ എന്നെക്കാട്ടിൽ ഒരു തരം കൂടുതലെങ്കിലും എൻ്റെ ഹസ്ബൻഡിന് അമ്മ കൊടുത്ത് അമ്മ അനുഗ്രഹിക്കണമെന്ന്. ഓൺ ദ സ്പോട്ട് ഓഫർ ലെറ്റർ കയ്യിൽ കൊടുക്കുകയാണ്. ഹസ്ബൻഡ് ഒന്നും നോക്കിയില്ല. അതുമായിട്ട് ഓഫീസിൻ്റെ താഴെ വന്ന് തുറന്നു നോക്കുമ്പോൾ വെറും ഒരു മെക്കാനിക്കൽ എഞ്ചിനീയർ പോസ്റ്റിലിരുന്ന എൻ്റെ ഹസ്ബൻഡിന്, കരിയർ ഗ്യാപ്പുള്ള എൻ്റെ ഹസ്ബൻഡിന് പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാകാൻ വേണ്ടി കൺസ്ട്രക്ഷൻ മാനേജർ എന്ന പോസ്റ്റിൽ ഒരിക്കലും അർഹിക്കാത്ത ഒരു സാലറി കൊടുത്ത് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഞങ്ങളെ ഇവിടെ അമ്മ ഉയർത്തി നിർത്തി. അത് അമ്മ ജീവിതത്തിൽ, അച്ഛൻ പറയുന്ന പോലെ, ജീവിതത്തിൽ ഒരു ദുരന്തം ഉണ്ടാകുന്നതിന് പോകുന്നതിന് മുമ്പ് അമ്മ നമ്മളെ ഇവിടെ എത്തിക്കുമെന്ന്. അതൊരു 4 മാസം കഴിഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. പെട്ടെന്ന് ഞാൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന എൻ്റെ ഹോസ്പിറ്റൽ ക്ലോസ് ചെയ്യും, എൻ്റെ ജോലി നഷ്ടപ്പെടുകയും ചെയ്തു. തിരിഞ്ഞു നോക്കിയപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, പരിശുദ്ധ അമ്മ എന്തിന് ഞങ്ങളെ ഇവിടെ 2 പേരെയും എത്തിച്ചെന്നും എന്നെ പ്രത്യേകിച്ച് ഉടമ്പടിയിൽ ഉറപ്പിച്ചു നിർത്തിയത് എന്തിനാണെന്നും എനിക്ക് പൂർണ്ണമായിട്ടും മനസ്സിലായി. പരിശുദ്ധ അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി.
രണ്ടാമതായി ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ 6ാമത്തെ നിയോഗമായിട്ടാണ് എൻ്റെ ഒരു ഭൗതിക കാര്യം ഞാൻ എഴുതിയത്. 5 നിയോഗങ്ങൾ ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എഴുതി. ആദ്യത്തെ നിയോഗം ഞാൻ എഴുതി, അമ്മേ മാതാവേ, ഞാൻ ആത്മീകമായി ഒന്നും വളർന്നിട്ടില്ല, എനിക്ക് അമ്മയോടും ഈശോയോടും ചേർന്ന് അനേകം ആത്മാക്കളെ എനിക്ക് നേടണം, പരിശുദ്ധാത്മാവിനാൽ എന്നെ നിറയ്ക്കണമെന്നൊരു നിയോഗം എഴുതി ഞാൻ ഇവിടുന്ന് പോയത്. ഞാൻ 6ാമത്തെ നിയോഗത്തിൽ എഴുതി, എനിക്ക് UAE ഡ്രൈവിംഗ് ലൈസൻസ് അമ്മയ്ക്കും ഈശോയ്ക്കും ഇഷ്ടമുണ്ടെങ്കിൽ തന്നെ എന്നെ അനുഗ്രഹിക്കണം. കാരണം ഹസ്ബൻഡ് എപ്പോഴും എന്നെ നിർബന്ധിക്കുമായിരുന്നു, പക്ഷേ എനിക്ക് പേടിയാണ്. ഒരു സൈക്കിൾ പോലും ചവിട്ടാത്ത ഒരു വ്യക്തി ഒരു ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുക അസാധ്യമായ ഒരു കാര്യമായിരുന്നു. എനിക്കറിയാം എന്നാൽ അത് സാധ്യമല്ല. നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. അങ്ങനെ ഞാൻ UAE ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ എൻ്റെ ഉടമ്പടി നിയോഗത്തിൽ എഴുതി. ഡിസംബർ മാസത്തിൽ ഞാൻ ഫയൽ ഓപ്പൺ ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഞാൻ അമ്മയോടും ഈശോയോടും ഒറ്റ കാര്യം പറഞ്ഞു. രാവിലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന കഴിഞ്ഞ്, അമ്മയ്ക്കും ഈശോയ്ക്കും ഇഷ്ടമുണ്ടെങ്കിൽ എനിക്ക് ഈ ലൈസൻസ് തന്നാൽ ജീവിതത്തിലെ ഭൗതികമായ ഒരു കാര്യങ്ങൾക്കും വേണ്ടിയില്ല, വിശുദ്ധ ബലി മുടങ്ങാതെ എനിക്ക് പങ്കെടുക്കണം ആ ദേശത്ത്. പിന്നെ അമ്മയ്ക്കും ഈശോയ്ക്കും വേണ്ടി എന്നാലാവുന്നത് എന്തു വേണമെങ്കിലും ഞാൻ ചെയ്തു കൊള്ളാം അമ്മ എന്നൊരു വാക്ക് അമ്മയ്ക്കും ഈശോയ്ക്കും കൊടുത്തിട്ടാണ് ഞാൻ എൻ്റെ ഫയൽ ഓപ്പൺ ചെയ്യാൻ പോയത്. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം അമ്മ എന്നെ അവിടെയും അറിയിച്ചു. ഞാൻ ഫയൽ ഓപ്പൺ ചെയ്തു. നെക്സ്റ്റ് സൺഡേ എനിക്ക് എക്സാമാണ്, ലേണേഴ്സ് ടെസ്റ്റ്. എനിക്കൊന്നും അറിയത്തില്ല, ഞാൻ പഠിച്ചിട്ടൊന്നും എനിക്ക് തലയിൽ കയറുന്നില്ല. പക്ഷേ ഞാൻ ആ ഹോൾ ടിക്കറ്റ് കിട്ടിയ ദിവസം മുതൽ, അപ്പോൾ അന്നേരം ഇവിടെ 5:30 ഡെയിലി ബ്രെഡ് സ്റ്റാർട്ട് ചെയ്ത സമയമായിരുന്നു. ഞാൻ എന്നും ഈ ഹോൾ ടിക്കറ്റ് വെച്ച് 5:30 പ്രാർത്ഥനയ്ക്ക് അവിടെ 4 മണിയാകുമ്പോൾ ഞാൻ എഴുന്നേക്കും, ഞാൻ ഈ പ്രാർത്ഥനയ്ക്ക് കൂടുമായിരുന്നു. ഞാൻ എന്നിട്ടൊരു ക്യാൻഡിൽ റിക്വസ്റ്റ് പ്രെയർ ഇട്ടു, പരിശുദ്ധ അമ്മേ ഇന്ന ദിവസം, അപ്പോൾ എൻ്റെ എക്സാം 2:45. ഞാൻ അങ്ങനെ ടൈം എഴുതിയിട്ട് പറഞ്ഞു, അമ്മേ 40 മാർക്ക് വേണമല്ലോ പാസ്സാവാൻ, എനിക്കിതിനകത്ത് ജയിക്കാൻ കഴിയില്ല അമ്മ, എനിക്കൊരു 37 മാർക്ക് മതി ജയിക്കാൻ. 40 മാർക്ക് തന്ന അമ്മ എന്നെ ജയിപ്പിക്കണമോ എന്ന് ചോദിച്ചിട്ടാണ് ഞാൻ എക്സാമിന് പോകുന്നത്. അപ്പോൾ ഒരാഴ്ച ഞാൻ ഈ പേപ്പർ കൈ വെച്ചു, ഞാൻ പ്രാർത്ഥിച്ചു. അപ്പം ആ സൺഡേ ഞങ്ങളുടെ പ്രേക്ഷിത പ്രവർത്തനം ചെയ്തിട്ടാണ് ഞാൻ ഇത്തിരി ലേറ്റായി എങ്കിലും ഞങ്ങൾ കറക്റ്റ് 2:35 ആയപ്പം ഞാൻ എക്സാം ഹോളിലെത്തി. അവിടെ ചെന്നപ്പോൾ ആരുമില്ല, സെക്യൂരിറ്റി മാത്രമേ ഉള്ളൂ. അപ്പോൾ അയാൾ ചോദിച്ചു എന്നോട് എന്തിനാണ് വന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ എക്സാമാണ്. എൻ്റെ ഹോൾ ടിക്കറ്റ് മേടിച്ച് നോക്കിയിട്ട് മാഡം നിങ്ങളുടെ ടൈം കഴിഞ്ഞു പോയല്ലോ, 2:20 ആയിരുന്നല്ലോ നിങ്ങളുടെ എക്സാം, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ വന്നതെന്ന്. ഞാൻ പറഞ്ഞു 2:20യോ? പെട്ടെന്ന് ഞാൻ പേപ്പർ നോക്കിയപ്പം അന്നേരമാണ് എൻ്റെ കണ്ണിൽ ആ സമയം കാണിക്കുന്നത്. അതുവരെ ഞാൻ ഒരാഴ്ച പ്രാർത്ഥിച്ച സമയം 2:45. ഇതെങ്ങനെ സംഭവിച്ചു? അപ്പോൾ ഹസ്ബൻഡ് ചോദിച്ചു, നീ ഇത്രയും ദിവസം ഇത് കണ്ടില്ലേ? ഞാൻ കണ്ടില്ല. അപ്പോൾ അടുത്ത സ്റ്റെപ്പ് എന്താണ്? താഴെ പോയി വീണ്ടും പേയ്മെൻറ്റ് ചെയ്യണം, ഡേറ്റ് നെക്സ്റ്റ് എടുക്കണം. അപ്പോൾ എൻ്റെ കയ്യിൽ ആകെ ഉള്ളത് ഈ ജപമാലയിൽ കോർത്ത ഈ കാശുരൂപവും എൻ്റെ കയ്യിൽ ഉടമ്പടി ഉപ്പും ഇരിപ്പുണ്ട്. ഞാൻ ഒറ്റ സെക്കൻഡ് ഒരു ഫീമെയിൽ സെക്യൂരിറ്റി ഒരു റൂമിൽ നിന്ന് ഓടി വരികയാണ്. അപ്പോൾ കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ സെക്യൂരിറ്റി കാര്യങ്ങൾ പറഞ്ഞു. ഇവരെൻ്റെ കയ്യിൽ നിന്ന് ഈ പേപ്പർ തട്ടിപ്പറിച്ചിട്ട് എക്സാം ഹോളിലേക്ക് ഓടുകയാണ്. അവരങ്ങോട്ട് കയറുന്നത് മാത്രമേ ഞാൻ കണ്ടുള്ളൂ. തിരിച്ചെന്നെ വിളിക്കുക, നീ വാ എക്സാം എഴുതാനെന്ന്. ഞാൻ പോയി ഉടമ്പടി ഉപ്പിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ എൻ്റെ സിസ്റ്റം ഓപ്പൺ ചെയ്തു. വായിച്ചിട്ടൊന്നും മനസ്സിലാവുന്നില്ല എങ്കിലും ഞാൻ അമ്മയെ മുറുകെ പിടിച്ചു. അമ്മയ്ക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നാൽ മതി എന്നുള്ളൊരു ചിന്തയാണ് എൻ്റെ മനസ്സിലുള്ളത്. അങ്ങനെ ഞാൻ അറ്റൻഡ് ചെയ്തു. കൂടെ ഉള്ളവരെല്ലാം എക്സാം എഴുതിപ്പോയി. ഒരു അറബിക് ലേഡി ആയിരുന്നു ഇൻസ്ട്രക്ടർ. 3-4 വട്ടം. അപ്പോൾ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് റിവൈസ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, ഇവരെന്നെ ചുറ്റിപ്പറ്റി 3-4 വട്ടം എൻ്റെ സിസ്റ്റത്തിൻ്റെ അടുത്ത് വന്നിട്ട് പോകുന്നുണ്ട്. ലാസ്റ്റ് പിന്നെയും ഇവർ വന്നൊരു 4-ാമത്തെ പ്രാവശ്യം ഇവർ വന്നിട്ട് എൻ്റെ ക്വസ്റ്റ്യനെ നോക്കിന്നിട്ട് എനിക്കൊരു ക്ലൂ പോലെ പറഞ്ഞു തരുവാ, നീ ചെയ്തത് തെറ്റാണെന്നുള്ള രീതി എനിക്ക് പറഞ്ഞു തരുവാ. പക്ഷേ എനിക്ക് ആദ്യം മനസ്സിലായില്ല, കാരണം ഞാനത് ഓൾറെഡി തിരുത്തിയിട്ടിരിക്കുന്നൊരു വ്യക്തി വീണ്ടും അത് തെറ്റാന്ന് പറയുമ്പോൾ എനിക്കത് വായിച്ചിട്ടും മനസ്സിലാവും. അപ്പോൾ അവർ അറബി ഇതിൽ എനിക്കത് തെറ്റാണെന്ന് വീണ്ടും എന്നോട് പറയുക. അപ്പം ഞാൻ മനസ്സിലായി ഇത് അമ്മ മാതാവ് എനിക്ക് പറഞ്ഞു തരുന്നതെന്ന്. അങ്ങനെ ഞാൻ ആ ഉത്തരം തിരുത്തി ഞാനത് കംപ്ലീറ്റ് ചെയ്തു. വിശ്വാസ പ്രമാണം ചൊല്ലുന്നു. സിസ്റ്റം തന്നെ ഷട്ട് ഡൗൺ ആയി. നമുക്ക് അപ്പം തന്നെ റിസൾട്ട് അറിയാം. പരിശുദ്ധ അമ്മ എന്നെ അവിടെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി. എൻ്റെ സിസ്റ്റം ഓപ്പണായി വന്നപ്പോൾ ഞാൻ 40 മാർക്ക് അമ്മയോട് ചോദിച്ചത്, 41 മാർക്ക് തന്ന് അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി. ആ ഒരു മാർക്കും അമ്മയായിട്ട് അവിടെ വന്ന് അത് തിരുത്തിയതെന്ന് എനിക്കറിയാം. ഇല്ലെങ്കിൽ ഞാൻ അമ്മയുടെ സാക്ഷി ആവത്തില്ലായിരുന്നു. അങ്ങനെ പരിശുദ്ധ അമ്മ എന്നെ ലേണേഴ്സ് ടെസ്റ്റ് പാസ്സാക്കി. പിന്നെയുള്ള കടമ്പ റോഡ് ടെസ്റ്റാണ്. ഞാൻ അപ്പോഴത്തെ എൻ്റെ ഉടമ്പടിയൊക്കെയും കഴിഞ്ഞു. ഉടമ്പടി 3 മാസത്തെ. പക്ഷേ ഞാൻ എന്നും ഡെയിലി ബ്രെഡ് കേൾക്കുമായിരുന്നു. ഞാൻ ഉടമ്പടിയിൽ ഉറച്ചു നിന്നു. എല്ലാ ചൊവ്വാഴ്ചത്തെ ധ്യാനങ്ങൾ കേൾക്കുമായിരുന്നു. ഞാൻ 3 വട്ടം UAE ഡ്രൈവിംഗ് ലൈസൻസ് ഞാൻ ഫെയിലായി. റോഡ് ടെസ്റ്റ് പലവട്ടം നിരാശകൾ വന്നു. എങ്കിലും ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയോട് ചോദിച്ചിട്ടല്ലേ ഞാനിത് തുടങ്ങിയത്, അമ്മയുടെ മകനോടും ചോദിച്ചിട്ടല്ലേ ഞാൻ പോയത്, എൻ്റെ കഴിവിൽ ഇതെനിക്ക് കിട്ടത്തില്ലല്ലോ അമ്മേ എന്ന് പറഞ്ഞ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഓഗസ്റ്റ് 12-ാം തീയതി ഞാൻ ഒറ്റ ഉടമ്പടി ധ്യാനം മുടക്കത്തില്ല, ഞാൻ എല്ലാ ഉടമ്പടി ധ്യാനങ്ങളും കേൾക്കുമായിരുന്നു. ഓഗസ്റ്റ് 12-ാം തീയതി ഉടമ്പടി ആരാധനയുടെ മധ്യത്തിൽ ജോസഫ് അച്ഛൻ പറയുക, ഇന്ന് മുതൽ 44 ദിവസത്തേക്ക് നിങ്ങളുടെ അവസാനത്തെ ആഗ്രഹവും സാധിച്ചു തരുമെന്ന്. അത് എനിക്കറിയില്ല, എന്നെ കോരിത്തെറിപ്പിച്ചു. ഞാൻ പൊട്ടിക്കരഞ്ഞു. ഞാൻ എൻ്റെ TV സ്ക്രീനിൻ്റെ മുമ്പിലിരുന്ന് ആ ധ്യാനം കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ നോട്ട് പാഡിലെടുത്ത് ഇങ്ങനെ എഴുതി. ഞാൻ ഡേറ്റ് നോക്കി, ഓഗസ്റ്റ് 12 തൊട്ട് എന്നാണ് 44, സെപ്റ്റംബർ 25. ഞാൻ എഴുതി സെപ്റ്റംബർ 25. നോട്ട് പാഡിൽ ഞാൻ ടൈപ്പ് ചെയ്തു, അമ്മേ മാതാവേ എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമെന്ന് ഞാൻ എഴുതിയത്.
ഡ്രൈവിംഗ് ടെസ്റ്റ് പാസ്സാക്കണേ അങ്ങനെയൊന്നും ഞാൻ എഴുതിയില്ല. അങ്ങനെ ഞാൻ എഴുതി. ഈ 3 മാസക്കാലം ഞാൻ കൂടുതൽ ബൈബിൾ വായിക്കുമായിരുന്നു. പക്ഷേ ഞാൻ ബൈബിൾ വചനം പഠിക്കാൻ അത്ര താല്പര്യം കാണിച്ചില്ല. പക്ഷേ ഈ കഴിഞ്ഞ 3 മാസക്കാലം അമ്മ എന്നെ ഒരുക്കി. ഞാൻ ഒരു ദിവസം 3 ബൈബിൾ വാക്യം വെച്ച് ഒരു 80ഓളം വചനങ്ങൾ ഞാൻ ഈ 3 മാസക്കാലയളവിൽ ഞാൻ പഠിച്ചു. അങ്ങനെ ഞാൻ സെപ്റ്റംബർ 19 എനിക്കൊരു ഡേറ്റ് കിട്ടുക. അപ്പം ഞാൻ നോക്കിയപ്പം സെപ്റ്റംബർ 25, 44 ദിവസം ആകാൻ പോകുന്നുള്ളൂ. അമ്മയുടെ ഇഷ്ടമാണെങ്കിൽ നടക്കട്ടെ. അങ്ങനെ സെപ്റ്റംബർ 19-ാം തീയതി രാവിലത്തെ നമ്മുടെ ഡെയിലി ബ്രെഡ് കൂടുമ്പോൾ അച്ഛൻ്റെ പ്രാർത്ഥനയിൽ പ്രിയപ്പെട്ട ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ചത് ഇതാണ്: നിങ്ങളെ ആശങ്കപ്പെടുത്തുന്ന, ഇന്ന് യാത്രയ്ക്ക് പോകുമ്പോൾ നിങ്ങളെ പേടിപ്പെടുത്തുന്ന കാര്യങ്ങളുടെ മേൽ ദൈവികമായ തീരുമാനമുണ്ടാകട്ടെ എന്ന്. ഞാനത് പൂർണ്ണമായും ഏറ്റെടുത്ത് വിശ്വസിച്ചു. അമ്മയും ഈശോയും എനിക്കിത് തന്ന് അനുഗ്രഹിക്കുമെന്ന്. അപ്പം അതിൻ്റെ തലേ ദിവസം ഞാൻ പ്രാർത്ഥനയോടെ ഞാൻ ബൈബിൾ വായിച്ചപ്പോൾ ഈശോയോട് പറഞ്ഞു, ഈശോയെ എനിക്കൊരു വചനം തന്നെ അനുഗ്രഹിക്കണമെന്ന്. ഈശോ എനിക്കൊരു വചനം തന്നു. സങ്കീർത്തനം 149:4-5. കർത്താവ് തൻ്റെ ജനത്തിൽ സംപ്രീതനായിരിക്കുന്നു, എളിയവരെ അവിടുന്ന് വിജയമണിക്കുന്നു. വിശ്വസ്ത ജനം ജയഘോഷം മുഴക്കട്ടെ, അവർ തങ്ങളുടെ കിടക്കകൾ ആനന്ദം കൊണ്ട് പാടട്ടെ എന്ന്. സെപ്റ്റംബർ 19-ാം തീയതി പരിശുദ്ധ അമ്മ വീണ്ടും അമ്മയുടെ മരിയൻ സാന്നിധ്യം അച്ഛൻ്റെ ഉടമ്പടി ബ്രെഡിലൂടെ എനിക്ക് കാണിച്ചു തന്നു. ഞാൻ എൻ്റെ ടെസ്റ്റിനായി പോയി. തലേ ദിവസം നമുക്കവിടെ സാധാരണ മെസ്സേജ് വരും, നിങ്ങളുടെ ടെസ്റ്റ് ഇന്ന സമയമാണ്. എൻ്റെ ടെസ്റ്റ് 19-ാം തീയതി 7:45 AM എനിക്ക് തലേ ദിവസം മെസ്സേജ് വന്നു. ഞാൻ അവിടെ പോയി പേയ്മെൻറ്റ് ചെയ്തു. ഞാൻ എൻ്റെ ബസ്സിൽ ഞാൻ ആ ഡ്രൈവിംഗ് സ്കൂളിനകത്ത് കയറുന്നതിന് മുമ്പ് ആരും ചവിട്ടാത്തടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി ഉടമ്പടി ഒപ്പിട്ട് ഞാൻ പരിശുദ്ധ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇനിയും ഇതിൻ്റെ മുറ്റത്ത് കാലുകുത്തുവാൻ അമ്മ എന്നെ അനുവദിക്കരുതേ അമ്മേ. അമ്മയ്ക്ക് ഈശോ ഇഷ്ടമില്ലെങ്കിൽ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ ബസ്സിൽ കയറി. ഞാനാണ് ആദ്യത്തെ വ്യക്തി. സാധാരണയായിട്ട് ആദ്യത്തെ നമ്പർ കിട്ടുന്നവർക്ക് ഇച്ചിരി പാടാണ്. ഡ്രൈവിംഗ് സ്കൂളിനകത്തുനിന്ന് ബസ് എടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പം ഞാൻ കയറി. അപ്പം ഞാൻ വിചാരിച്ചു എന്നെക്കാട്ടി മുമ്പ് രജിസ്റ്റർ ചെയ്തവർ കാണും, അവർ പിറകെ വരുമെന്ന്. 7:40 കയറി ഞാൻ 8:30 ഒരു വ്യക്തികൾ പോലും ആ ബസ്സിനകത്ത് വന്നില്ല. ആദ്യത്തെ പേരെന്ന് പറഞ്ഞാൽ എൻ്റെ നമ്പരും. ഞാൻ ഡ്രൈവറോട് ചോദിച്ചു, ഇതെന്താണ് ഇന്നെങ്ങനെ സംഭവിച്ചത്? 3 വട്ടം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു 15-20 മിനിറ്റിനുള്ളിൽ ബസ് നിറയുന്നതാണ്. ഇന്നെന്താ ആരും ഇല്ലാത്ത? ഡ്രൈവർക്കും അറിയത്തില്ല എന്താ കാരണമെന്ന്. അങ്ങനെ 8:30 ഒരു പോലീസ് ഓഫീസർ വന്നിട്ട് എന്നോട് പറയാണ്, മാഡം നിങ്ങൾ പോയി റെസ്റ്റ് റൂമിൽ ഇരുന്നോ, നിങ്ങളുടെ ടെസ്റ്റ് 9:30 അപ്പം ഞാൻ പറഞ്ഞു, അല്ലല്ലോ എനിക്ക് മെസ്സേജ് വന്നിട്ടുണ്ട് 7:40 എന്ന് പറഞ്ഞുകൊണ്ട്. അല്ല, നിങ്ങളുടെ ടെസ്റ്റ് 9:30 അമ്മ അവിടെയും എന്നെ അമ്മയുടെ സാന്നിധ്യം അറിയിച്ചതാ. എന്താണെന്ന് ചോദിച്ചാൽ എനിക്ക് ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് കാർ ഡ്രൈവ് ചെയ്ത് പുറത്തിറങ്ങാൻ അറിയത്തില്ല. അപ്പോൾ അമ്മ എന്ത് ചെയ്തു, എന്നെ അവിടെ 1ാമത്തെ നമ്പറാക്കി. എനിക്ക് മാത്രമേ ആ മെസ്സേജ് വന്നിട്ടുള്ളൂ. ഞാൻ ഡ്രൈവിംഗ് സ്കൂളിൻ്റെ ഫ്രണ്ടിൽ പോയി നിന്ന് വേറെ ബസ്സുകൾ ലോക്കൽസിനെ ഡ്രൈവിംഗ് ടെസ്റ്റിന് ഓടുന്ന ബസ് എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ അമ്മ എനിക്ക് കാണിച്ചു തരുമായിരുന്നു. അങ്ങനെ 9:30 ഞാൻ തിരിച്ചു വന്ന് ഞാൻ ബസ്സിൽ കയറിയപ്പോൾ ഞാൻ വചനം മാത്രം ഉരുവിട്ടുകൊണ്ടിരുന്നു. മനുഷ്യർക്ക് ഇത് അസാധ്യം, എൻ്റെ ദൈവത്തിന് സാധ്യം. ഞാൻ മനുഷ്യരെ അങ്ങ് മാറ്റി അവിടുന്ന്. ഡിനോവിന് ഇത് അസാധ്യമാണ്, എന്നാൽ എൻ്റെ ദൈവത്തിന് സകലവും സാധ്യമാണെന്നുള്ള വചനം ഞാൻ ഉരുവിട്ടുകൊണ്ട് ഞാൻ എൻ്റെ അവിടുത്തെ നമ്മുടെ ആധാർ കാർഡ് പോലെ അവിടുത്തെ ഇമറൈറ്റ് സൈഡിൽ ഈ വിശുദ്ധ തൈലം കുരിശ് വരച്ചിട്ട് ഞാൻ അതിന്മേൽ ഉപ്പിട്ടിട്ട് പറഞ്ഞു, അമ്മേ മാതാവേ, ഞാൻ എല്ലാ പ്രാവശ്യവും ഡ്രൈവ് ചെയ്യുമ്പോൾ ആ പോലീസ് ഓഫീസർ എൻ്റെ സ്റ്റിയറിങ്ങിൽ പിടിക്കും, ഞാൻ ഫെയിലാകും. ഇത് ലാസ്റ്റാണ് അമ്മേ. ഇനി എൻ്റെ ഡ്രൈവിംഗ് ലൈസൻസ് സ്റ്റിയറിങ്ങിൽ ഇവർ പിടിക്കാൻ അമ്മയെ അനുവദിക്കരുതെന്ന് പറഞ്ഞ് ഞാനത് പ്രാർത്ഥിച്ച് ഉപ്പിട്ട് ഞാൻ അങ്ങനെ ഡ്രൈവിംഗ് സീറ്റിൽ കയറി. പരിശുദ്ധ അമ്മ പോലീസ് ഓഫീസറിൻ്റെ രൂപത്തിൽ അവിടെ വരികയും ഞാൻ പറയും, ഞാനല്ല വണ്ടി ഓടിച്ചത്, ആ വ്യക്തി, ആ പോലീസ് ഓഫീസർ, ഒരു അറബിക് ലേഡി, അവരെന്നെ ഇങ്ങോട്ട് സഹായിക്കുകയാണ് ഞാൻ എങ്ങനെ ഡ്രൈവ് ചെയ്യണമെന്ന്. അവരെന്നെ ഒരുപാട് സഹായിച്ച് അങ്ങനെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി പരിശുദ്ധ അമ്മ എന്നെ അവിടെയും ഉയർത്തി എനിക്ക് UAE ഡ്രൈവിംഗ് ലൈസൻസ് തന്ന് കഴിഞ്ഞ മാസം എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ 2 രോഗസൗഖ്യങ്ങൾ എനിക്ക് കിട്ടി. എനിക്ക് ഗോൾ ബ്ലാഡർ സ്റ്റോൺ ഉണ്ടായിരുന്നു. എമർജൻസി സർജറി പറഞ്ഞ ഗോൾ ബ്ലാഡർ സ്റ്റോണ് 1.5 വർഷമായി ഇതുവരെയും ഒരു വേദനയും വരാതെ പരിശുദ്ധ അമ്മയും ഈശോയും എന്നെ സംരക്ഷിച്ചു. അതുപോലെ എൻ്റെ ശരീരത്തിൽ അലർജി രോഗം വർഷങ്ങളോളം മരുന്ന് കഴിക്കണമെന്ന് പറഞ്ഞതാണ്. പരിശുദ്ധ അമ്മയുടെ ഉടമ്പടി ഉപ്പ് ഞാൻ എല്ലാം ഉടമ്പടി സാക്ഷ്യങ്ങളിൽ കൂടിയാണ് ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരുന്നത്. ഉടമ്പടി ഉപ്പ് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി ഞാൻ വെള്ളത്തിലിട്ട് എന്നും ഞാൻ കുളിക്കുമായിരുന്നു. മരുന്ന് കൊണ്ടല്ല, എൻ്റെ മരുന്ന് നിർത്തുമ്പോൾ എൻ്റെ ഈ രോഗം വീണ്ടും വരുമായിരുന്നു. പരിശുദ്ധ അമ്മയോട് ഞാൻ ഒരു ദിവസം കരഞ്ഞു പ്രാർത്ഥിച്ചു പറഞ്ഞു, നാളെ മുതൽ അമ്മ മാതാവ് എനിക്ക് ഈ രോഗം വരുത്തരുത്, ഞാൻ മടുത്തു മരുന്ന് കഴിച്ചെന്ന്. അമ്മ അവിടെയും എന്നെ സഹായിച്ചു. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിക്കൊണ്ട് ആ രോഗം എൻ്റെ ശരീരത്തിൽ നിന്ന് പൂർണ്ണമായും പരിശുദ്ധ അമ്മ തുടച്ചു മാറ്റി. ഇന്നുവരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി നിർത്തുന്നു. ഞാൻ ചെയ്യുന്ന പ്രേക്ഷിത പ്രവർത്തനം, ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തുകൊണ്ടുപോയ പത്രം ഞാൻ ഈ ലൈസൻസ് ഡ്രൈവിംഗ് ക്ലാസ്സിന് പോകുമ്പോൾ ഞാൻ ബാഗിൽ വെച്ച് കൊണ്ടുപോകും. ബസ്സിൽ അമ്മയോട് ചോദിക്കും, അമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടവർക്ക്, അമ്മ അർഹിക്കുന്നവർക്ക് കൊടുക്കാൻ എന്നെ സഹായിക്കണമെന്ന്. അർഹതയുള്ള മക്കൾക്ക് കൊടുക്കും. അവരുടെ ഫോൺ നമ്പർ മേടിക്കും. ഇവിടുത്തെ ഉടമ്പടി സാക്ഷ്യങ്ങൾ, ഉടമ്പടി ധ്യാനങ്ങൾ എല്ലാം
എല്ലാം ഡെയിലി ബ്രെഡ് ഞാൻ കേട്ട് കഴിഞ്ഞാൽ ഉടനെ തന്നെ ഞാൻ സ്റ്റാറ്റസ് ആക്കിയിടും. എല്ലാവർക്കും ഞാനത് ഷെയർ ചെയ്ത് കൊടുക്കും. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്യുന്നത് എല്ലാ മാസവും ഞങ്ങൾ തന്നെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ ആ ഭക്ഷണവുമായിട്ട് ഞങ്ങൾ പോകും. അമ്മയെ ആഗ്രഹിക്കുന്നവർക്ക് അത് എത്ര മണിക്കൂറായാലും കുഴപ്പമില്ല, അമ്മയെ ആഗ്രഹിക്കുന്ന മക്കൾക്ക് കൊടുക്കുവാൻ ഞങ്ങൾ അലൈനിലെ റോഡിലിറങ്ങി എവിടെയൊക്കെ പോകാമോ അവിടെയെല്ലാം കൊണ്ടുപോയി വിശന്നിരിക്കുന്നവർക്ക് റോഡിൽ പണിയുന്ന പാവങ്ങൾക്ക് ഞങ്ങൾ ആ ഭക്ഷണം കൊടുക്കുവാനും പരിശുദ്ധ അമ്മ സഹായിച്ചു. കൂടാതെ ജോലിയിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഒരു വരുമാനം ആദ്യം അത് അമ്മയ്ക്ക് മാറ്റി വെച്ചിട്ടേ ഞങ്ങൾ എന്ത് കാര്യത്തിനും എടുക്കത്തുള്ളൂ. അങ്ങനെ പരിശുദ്ധ അമ്മ ഇന്നു വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി ഈ അൾത്താരയിൽ നിർത്തിയതിന് അമ്മയ്ക്കും ഈശോയ്ക്കും കോടാനുകോടി നന്ദി. ഇന്ന് എനിക്കൊരാഗ്രഹം മാത്രമേ ഉള്ളൂ, മരണം വരെ വിശ്വസ്തനായിരുന്നുകൊണ്ട് അമ്മയോട് പറഞ്ഞ വാക്കുകൾ പാലിച്ച് നിത്യതയിലേക്ക് എത്തണം. ഞങ്ങളിലൂടെ കണ്ട ആത്മാക്കളെ ഈശോയ്ക്ക് വേണ്ടി നേടണം. അതാണ് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ആഗ്രഹം. ഈശോയ്ക്കും അമ്മയ്ക്കും പറയാൻ എന്നെ അനുഗ്രഹിച്ചതിന്, എൻ്റെ കുടുംബത്തെ അനുഗ്രഹിച്ചതിന് ഈശോയ്ക്ക് 1000 നന്ദി. എൻ്റെ പേര് മേരി, ഹസ്ബൻഡ്, മൂന്നാമത്തെ കുഞ്ഞ്. എനിക്ക് 3 കുട്ടികളാണ്, 3 പെൺകുട്ടികളാണ്. അതിൽ മൂന്നാമത്തെ കുഞ്ഞാണിത്. ഞാൻ കണ്ണൂർ പേരാവൂർ സെൻറ്റ് ജോസഫ് ഫൊറോന ചർച്ചിൽ നിന്നാണ് വരുന്നത്. ഞങ്ങൾ ഉടമ്പടി ആദ്യമായിട്ട് എടുത്തത് ഫെബ്രുവരി മാസം 18-ാം തീയതി 2023 ഞങ്ങൾ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ഞങ്ങൾ 5 പേരും പരിപൂർണമായിട്ടും ഡൗണായ ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ. സാമ്പത്തിക ബുദ്ധിമുട്ട് ഒരു 2015 മുതലേ ഞങ്ങളെ അലട്ടുന്നുണ്ടായിരുന്നു. 2020 മുതൽ ഞങ്ങളെ അറിയാവുന്ന പല അച്ഛന്മാരും സിസ്റ്റേഴ്സും ഞങ്ങളോട് പറയുന്നുണ്ടായിരുന്നു, നിങ്ങളൊന്ന് കൃപാസനത്തിൽ പോയി നോക്ക്, അങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആത്മീയമായിട്ട് ഞങ്ങൾ ഒത്തിരി ധ്യാനം കൂടുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നവരായിരുന്നു. അങ്ങനെ ഞങ്ങളെ ആത്മീയമായിട്ട് നയിച്ചുകൊണ്ടിരുന്ന പുരോഹിതൻ ഞങ്ങൾ ചോദിക്കും, ഞങ്ങൾക്ക് ഇങ്ങനെ പോകണമെന്ന് ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ അച്ഛൻ പറയും, ആയില്ല, സമയമായില്ല. അപ്പോൾ പലപ്പോഴും ഞങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടായിട്ടുണ്ട്. പള്ളിയിൽ പോകാൻ, അമ്മയുടെ അടുത്ത് പോകാൻ അച്ഛൻ എന്താ ഇങ്ങനെ പറയുന്നേ. പക്ഷെ ഒരിക്കലും ഇങ്ങനെ ഹസ്ബൻഡിനോട് അച്ഛൻ വേറെ സാഹചര്യത്തിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതിന് ഇടയിൽ യാദൃശ്ചികമായിട്ട് പറഞ്ഞു, 1 മിനിറ്റ്, ഈശോ എന്തോ പറയുന്നു, നിങ്ങളൊന്ന് കൃപാസനത്തിൽ പോകാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഇപ്പോഴോ അച്ഛാന്ന് ചോദിച്ചു. അച്ഛനല്ലേ പോകണ്ട എന്ന് പറഞ്ഞേ, വെയിറ്റ് ചെയ്യുമെന്ന് പറഞ്ഞത്. അത് ഞാൻ പറഞ്ഞു, ഇപ്പോൾ അത് അന്ന് ഈശോ പറഞ്ഞു, ഇന്ന് ഇത് ഈശോ പറയുന്നെന്ന് പറഞ്ഞു ഞങ്ങളോട്. പിന്നെ 2 ദിവസം പോലും ഞങ്ങൾ വൈകിയില്ല, എത്രയും വേഗം തന്നെ ഇങ്ങോട്ടേക്ക് പോന്നു, ഉടമ്പടി എടുത്തു. അപ്പം ഞങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം, ഞങ്ങളുടെ ചിന്തയും എന്താണെന്ന് വെച്ചാൽ 90 ദിവസം പോയിട്ട് 1 ദിവസം പോലും ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാനുള്ള മനസ്സായിരുന്നില്ല. ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത് പിറ്റേ ദിവസം തൊട്ട് അത്ഭുതങ്ങളുടെ പെരുമഴയായിരിക്കും എന്നായിരുന്നു. പക്ഷേ അങ്ങനെയല്ല സംഭവിച്ചത്. 90 ദിവസം കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉടമ്പടിയിൽ ജീവിക്കുന്നുണ്ടെന്നെങ്കിലും ഞങ്ങളുടെ അനുഗ്രഹങ്ങളൊന്നും നടന്നില്ല, അനുഗ്രഹമായിട്ടൊന്നും തന്നെ വന്നില്ല. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ 90 ദിവസമായപ്പോൾ പുതുക്കണേനെക്കുറിച്ച് സംസാരിച്ചപ്പോൾ പറഞ്ഞു, ഞാൻ പറഞ്ഞു, എന്തായാലും ഉടമ്പടിയിൽ ഇനി മരണം വരെ പോവുക, അനുഗ്രഹിച്ചാലും ഇല്ലെങ്കിലും അമ്മയുടെ ഒപ്പം. അപ്പോൾ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, ഞാനും അങ്ങനെ തന്നെയാണ് മനസ്സിൽ തീരുമാനിച്ചത്. അങ്ങനെ ഞങ്ങളിപ്പോൾ 11ാമത്തെ ഉടമ്പടിയിലാണ് ഇപ്പോഴായിരിക്കുന്നത്. ഇതിനിടയിൽ ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾ പറയുമ്പം കേൾക്കുന്ന ഒരാൾക്ക് അതിൻ്റെ തീവ്രത എത്ര മനസ്സിലാവുമെന്നറിയില്ല. അനേകം അത്ഭുതങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. തെളിവ് സഹിതം ബോധിപ്പിക്കേണ്ടി വരുന്നതുകൊണ്ട് ഞങ്ങളിപ്പോൾ ഒരു 3 സാക്ഷിയാണ് ഇപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സാമ്പത്തിക ബുദ്ധിമുട്ടിനെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞല്ലോ. 2015 മുതലേ ഞങ്ങൾ സാമ്പത്തികമായിട്ട് ഒരു 40 ലക്ഷം രൂപയോളം ഞങ്ങൾക്ക് കടം ഉണ്ടായിരുന്നു. അതിങ്ങനെ വർദ്ധിച്ചു വന്നുകൊണ്ടേയിരുന്നു. ആദ്യം 10 ലക്ഷത്തിലാണ് തുടങ്ങിയത്. അത് ഇങ്ങനെ അതിരുകൾ കടന്നു പോയിക്കൊണ്ടേയിരുന്നു. ഞങ്ങൾക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത സ്ഥലമുണ്ട്, പക്ഷേ വിൽപ്പന നടക്കില്ല. ജോലിക്ക് അപേക്ഷിക്കുന്നുണ്ട്, കിട്ടുന്നില്ല. ഞങ്ങൾ നല്ലൊരു ജോലി എറണാകുളത്ത് ചെയ്തുകൊണ്ടിരുന്നോടത്ത് നിന്ന് ഫാമിലിയിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം വന്നപ്പം പോയതാണ്. അവിടെ ചെന്ന് കിട്ടിയ ജോലി ഒത്തിരി നല്ലതാണെന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഇവിടെ നിന്ന് പോകുന്നത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് 2 വർഷം വളരെ തുച്ഛമായ സാലറിയിൽ വർക്ക് ചെയ്യേണ്ടി വന്നു. അതോടുകൂടി ഞങ്ങളുടെ കടം വീണ്ടും വർദ്ധിക്കുകയായിരുന്നു. അങ്ങനെ ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിൽ ഞങ്ങളുടെ സ്ഥലം വിൽപ്പന നടക്കുകയും ഞങ്ങളുടെ സാമ്പത്തിക ബാധ്യത നല്ലൊരു ശതമാനം തന്നെ കുറയുകയും ചെയ്തു. ഒഴിവാക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു. അതാണ് ഞങ്ങളുടെ ഒരു സാക്ഷ്യം. മറ്റൊരു സാക്ഷ്യം എന്ന് പറയുന്നത്, ഞാൻ 19 വർഷമായിരുന്നു ജോലിയില്ലാതെ ഇരിക്കുന്നു. എൻ്റെ മൂത്ത മകളുണ്ടായ സമയത്ത് ഞാൻ എൻ്റെ ജോലി ഉപേക്ഷിച്ചതായിരുന്നു. മകളെ നോക്കാൻ ആളില്ലാത്തതുകൊണ്ട് ഞാൻ എൻ്റെ ജോലി രാജിവെച്ചതാണ്. പിന്നീട് അന്ന് മുതൽ വരുന്ന ഓരോ ഫോൺ കോൾസും ഞാൻ പ്രതീക്ഷിക്കും. ഒത്തിരി ബയോഡേറ്റകൾ കൊടുത്തു, പ്രതീക്ഷിച്ച് പല സ്ഥലത്തും കാത്തിരുന്നു. PSCക്ക് വേണ്ടിയിട്ട് 18 വർഷം
ട്രൈ ചെയ്തു. 18 വയസ്സ് മുതൽ 36 വയസ്സ് വരെ ട്രൈ ചെയ്തു. പക്ഷേ കിട്ടിയില്ല. ലിസ്റ്റിൽ വരും, എന്തെങ്കിലും കാരണങ്ങളാൽ ഒഴിവാകും. അപ്പോൾ പലപ്പോഴും ഞാൻ പറയും, ഈശോയെ ഞാൻ മരണം വരെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും, നിനക്ക് ഇഷ്ടമുള്ളപ്പോൾ തന്നാൽ മതിയെന്ന് പറയുമായിരുന്നു. അങ്ങനെ എൻ്റെ മകള് +2 പാസ്സായി കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഈശോ ഇനി ഞാൻ കരയില്ല, എൻ്റെ ജോലിക്ക് വേണ്ടി ഞാൻ കരയില്ല. ഞാൻ എല്ലാ ദിവസവും ചാപ്പലിൽ 3/4 മണിക്കൂറോളം ഇരിക്കാറുണ്ട്. അപ്പോൾ ഈശോയുടെ അടുത്ത് ഇരിക്കുമ്പോൾ ഞാൻ ഒരു ദിവസം പറഞ്ഞു, ഈശോ ഇനി ഞാൻ എൻ്റെ ജോലിക്ക് വേണ്ടി ഞാൻ കരയില്ല, ഇനി എൻ്റെ മക്കൾക്ക് എന്താണെന്ന് വെച്ചാൽ ഈശോ കൊടുത്താൽ മതി, ഇനി ഞാൻ അതിനു വേണ്ടി കരയില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഉടനെ ആ ഒരാഴ്ചയിൽ തന്നെയാണ് എൻ്റെ പപ്പ മരിച്ച ഡേറ്റ് വന്നത്. അപ്പോൾ ഞാൻ ആ ആഴ്ചയിലാണ് യോസേപ്പ് പിതാവിനെക്കുറിച്ച് ജോസഫ് അച്ഛൻ ഇവിടെ ആൾത്താരെ പറയുണ്ടായി. അച്ഛൻ ചിരിച്ചോണ്ടാണ് പറഞ്ഞത്, ഞാൻ പലപ്പോഴും യോസേപ്പ് പിതാവിനെ ഈ ആൾത്താരയിൽ കണ്ടിട്ടുണ്ടെന്ന്. അപ്പോൾ ഞാൻ ആ പ്രസംഗം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ എനിക്കത് ഭയങ്കര ടച്ചിങ് ആയിരുന്നു. ഞങ്ങളുടെ ഇടവക ദേവാലയം യോസേപ്പ് പിതാവിൻ്റെ മാധ്യസ്ഥതയിലാണ്. അപ്പോൾ ഞാൻ യോസേപ്പ് പിതാവിൻ്റെ അടുത്ത് ഇങ്ങനെ ഈശോയോട് സംസാരിച്ച് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഞാൻ യോസേപ്പ് പിതാവിനോട് പറഞ്ഞു, യോസേപ്പ് പിതാവെ പപ്പ മരിച്ച ഡേറ്റ് ആവുക, എന്നെ ഇങ്ങനെ വളർത്തി വലുതാക്കി പഠിപ്പിച്ചൊക്കെ വിട്ടിട്ട് ഒരു കുർബാനയ്ക്ക് പൈസ കൊടുക്കാൻ പോലും ഈ ശരീരം കൊണ്ട് അധ്വാനിച്ചൊരു പൈസ ഉണ്ടാക്കാൻ എനിക്കേണ്ട ആവുന്നില്ലല്ലോ എന്ന് സങ്കടത്തോടെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ജോസഫ് അച്ഛൻ പറഞ്ഞല്ലോ കൃപാസനമ്മയുടെ ആൾത്താരയിൽ ജോസഫ് അച്ഛനെ യോസേപ്പ് പിതാവിനെ കണ്ടെന്ന്, ഇനി കാണുമ്പോൾ ഇനി അവിടെ പോകുമ്പം എനിക്കൊരു ജോലി തരണേന്നൊന്ന് പറയണേന്ന് പറഞ്ഞു. യോസേപ്പ് പിതാവിനോട് പറഞ്ഞു. അന്ന് കരഞ്ഞിട്ടാണ് ഞാൻ പോകുന്നത്. ഈശോയോട് ഞാൻ സോറിയും പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞായിരുന്നു, പക്ഷേ എനിക്ക് സങ്കടം വരുവാന്ന്. എന്നിട്ട് ഞാൻ പോകുന്നു. പിറ്റേ ദിവസം തന്നെ ഹസ്ബൻഡ് വഴി ഒരച്ഛൻ ഞങ്ങളുമായിട്ട് ബന്ധപ്പെടുകയും എനിക്ക് ജോലിക്കുള്ളൊരു സാഹചര്യം ഒരുങ്ങി വരികയും ചെയ്തു. ഒരു ബയോഡാറ്റ കൊടുക്കുകയോ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യുകയോ ഒന്നും ചെയ്യാതെ തന്നെ എനിക്ക് സെക്രട്ടറി ടു ദ അഡ്മിനിസ്ട്രേറ്ററായിട്ടൊരു ജോലി എൻ്റെ വീടിന് തൊട്ടടുത്ത് നടന്നു പോകാവുന്ന, കുട്ടികളെയൊക്കെ സ്കൂളിൽ അയച്ചതിന് ശേഷം നടന്നു പോകാവുന്ന ദൂരത്തിൽ നല്ലൊരു പൊസിഷനിൽ ഈശോ എന്നെ എത്തിച്ചു. യോസേപ്പ് പിതാവിനും യോസേപ്പ് അത് തീർച്ചയായിട്ടും അമ്മയോട് പറഞ്ഞിട്ടുണ്ടെന്നും കൃപാസന അമ്മയാണ് എനിക്കത് തന്നതെന്നും എനിക്ക് 100% ഉറപ്പുണ്ട്. ഞാൻ ഇരിക്കുന്ന ചെയറിൻ്റെ തൊട്ട് പുറകിലായിട്ട് ഈശോയും മാതാവും ഇരിക്കുന്ന ഒരു രൂപമാണുള്ളത്. ഞാൻ ആദ്യം കയറി ചെന്ന് എനിക്ക് ഇതാണ് സീറ്റെന്ന് പറയുമ്പോൾ ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടു പോയി. അതിലും വേറെ ഒരു ദൈവനിയോഗം എന്ന് പറയുന്നത്, ഞാനന്ന് ഈ അച്ഛനൊന്ന് കാണണമെന്ന് പറഞ്ഞൊന്ന് സംസാരിക്കാനായിട്ട് കാണണമെന്ന് പറയുമ്പോൾ അതൊരു ജർമ്മൻ ലാംഗ്വേജ് പഠിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. അപ്പോൾ അച്ഛനെ എന്നെ കാണണമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ അന്നത്തെ ദിവസം ഞങ്ങൾ വൈകിട്ടാണ് കുർബാനയ്ക്ക് പോവുക. അപ്പോൾ ഞങ്ങൾ കുർബാനയ്ക്ക് ചെന്ന് നിന്ന് ഞാനപ്പോൾ ഈ നിയോഗം ഞങ്ങൾ പറഞ്ഞു നമുക്ക് ഈ നിയോഗം വെച്ച് പ്രാർത്ഥിക്കാമെന്നൊക്കെ പറഞ്ഞാണ് ഞങ്ങൾ കുർബാനയ്ക്ക് കയറുമ്പോൾ അൾത്താരയിൽ ആ അച്ഛനാണ് അന്ന് കുർബാനയെല്ലാം വരുന്നത്. എനിക്ക് ഇൻ്റർവ്യൂ ചെയ്യാൻ എന്ന് എന്നോട് കാണണമെന്ന് പറഞ്ഞ അച്ഛനാണ് അന്ന് അൾത്താരയിൽ വരുന്നത്. അപ്പോൾ കുർബാന കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഞാൻ ഈശോയോട് പറയുമായിരുന്നു ചേച്ചിയോട് എന്താ സംസാരിക്കേണ്ടതെന്ന്. എനിക്കൊന്നും സംസാരിക്കാനും എന്നും ചോദിക്കാനും ഒന്നും ഇല്ല ചേച്ചിയോട്, ചേച്ചി ഇങ്ങ് വാ. അപ്പോൾ ഞാൻ പറഞ്ഞു, അച്ഛൻ എനിക്ക് ഇത്രയും ഗ്യാപ്പായി, എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് എനിക്കറിയില്ല, സംസാരിക്കാൻ വേർഡ്സ് കിട്ടാത്തൊരവസ്ഥയിൽ പോലുമാണ് ഞാനിപ്പോൾ ഉള്ളത്. 10-12 വർഷമായിട്ട് അടുക്കളയിൽ നിന്ന് പോലും പുറത്തേക്ക് ഇറങ്ങാറില്ല, പത്രം പോലും വായിക്കാറില്ല. കാരണം ഇനി എന്തിനാ ഈ അപ്ഡേറ്റായി ഇരുന്നിട്ട് എന്ത് കാര്യം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്കൊക്കെ ഞാൻ എത്തിയ സമയമായിരുന്നു. അപ്പോൾ അച്ഛൻ എന്നോട് ചേച്ചി 1 മാസം വന്ന് നോക്ക്. പക്ഷേ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു, ഞങ്ങൾ 100% സാറ്റിസ്ഫൈഡ് ആണ്, ചേച്ചി ഇവിടെ തുടരണം. അങ്ങനെ എനിക്ക് ആ ജോലി ശരിയാക്കി തന്നു. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. പിന്നെയുള്ള സാക്ഷി എന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞല്ലോ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടും ഞങ്ങളെല്ലാവരും തളർന്ന അവസ്ഥയിലായിരുന്നു. എൻ്റെ മോൾക്ക് 6.5 വയസ്സ് വരെ ഒരു കുഴപ്പമില്ലാതിരുന്ന കുഞ്ഞാണ്. 1ാം ക്ലാസ് വരെ ക്ലാസ്സിൽ ഫസ്റ്റായിട്ട് പഠിച്ചു വന്നിരുന്ന കുഞ്ഞായിരുന്നു. 6.5 വയസ്സായപ്പോൾ എൻ്റെ മോൾ ഒരു ദിവസം തല കറങ്ങി കളിച്ചുകൊണ്ടിരുന്നതിൻ്റെ ഇടയിൽ തല കറങ്ങി ഓടി വന്ന് എന്നോട് പറഞ്ഞ് എനിക്ക് ഛർദ്ദിക്കണം എന്ന് പറഞ്ഞു. ഞാൻ വാഷ് ബേസിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും കുഞ്ഞ് കുഴഞ്ഞു വീണു. ഞാൻ എടുത്തിട്ട് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അപ്പോൾ ഹോസ്പിറ്റലിൽ ചെന്നപ്പം ഞങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല, വേറെ ഹോസ്പിറ്റലിലേക്ക് മാറണം എന്ന് പറഞ്ഞു. അവിടെ ചെന്നു, അവരും ന്യൂറോളജീനെ കാണിക്കാൻ പറഞ്ഞു. ഞങ്ങൾ കാണിച്ചു. ഡോക്ടറും പറഞ്ഞു ഒന്നും മനസ്സിലാവുന്നില്ല, അടുത്ത ഹോസ്പിറ്റലിലേക്ക് പോകണം. അങ്ങനെ ഞങ്ങൾ പേരാവൂരിൽ നിന്ന് കണ്ണൂർ, കോഴിക്കോട്, അങ്ങനെ അമൃതയിലെത്തി. കോഴിക്കോട് നിന്ന് ഞങ്ങളോട് പറഞ്ഞു ഇതൊരു പ്രത്യേകതരം എപ്പിലെപ്സി ആണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ നിന്ന് അവർ മെഡിസിനും സ്റ്റാർട്ട് ചെയ്തു. ആ മെഡിസിൻ കൊടുത്ത അന്ന് മുതൽ എൻ്റെ കുഞ്ഞല്ലാതായി മാറുമായിരുന്നു. ദേഷ്യം, അസ്വസ്ഥത, ക്ഷീണം, സ്കൂളിൽ പോവില്ല, എപ്പോഴും പഠിക്കില്ല, എപ്പോഴും വഴക്ക്, അങ്ങനെ എൻ്റെ കുഞ്ഞേ അല്ലാണ്ടായി മാറി, പഴയ കുഞ്ഞേ അല്ലാതായി മാറി. അപ്പോൾ എന്നും സങ്കടമായിരുന്നു എനിക്ക്, ഇതെന്താ ഈ മോള് മാത്രം ഇങ്ങനെ ആകുന്നത്, ഇങ്ങനെ മാറിപ്പോകുന്നത്. അപ്പോൾ ഡോക്ടറോട് സംസാരിക്കുമ്പോൾ ഡോക്ടർ പറയും അത് മെഡിസിൻ നിർത്തി കഴിയുമ്പോൾ ശരിയായിക്കോളും, അതൊക്കെ ഉണ്ടാവും, അതതിൻ്റെ സൈഡ് എഫക്റ്റാണ്. ഞങ്ങൾ ഗൂഗിളിൽ നോക്കുമ്പോൾ 200ഓളം സൈഡ് എഫക്റ്റാണ് ആ മെഡിസിൻ, അവരന്ന് കൊടുത്തിരിക്കുന്ന മെഡിസിന്. പിന്നീടും
ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു, എപ്പിസോഡ് വന്നുകൊണ്ടേയിരുന്നു. അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇങ്ങനെ പോയ മെഡിസിൻ കൊടുക്കുന്നു, കൊച്ചിന് സൈഡ് എഫക്റ്റ് ഉണ്ടാകുന്നു, രോഗം മാറുന്നില്ല, നിങ്ങൾ വേറെ ഏതെങ്കിലും ഹോസ്പിറ്റലിൽ പോകും. അങ്ങനെ ഞങ്ങൾ അമൃതയിലെത്തി. അമൃതയിലാണ് ഇവിടെ ഏഷ്യയിലെ തന്നെ നമ്പർ 1 ന്യൂറോളജി എന്ന് പറഞ്ഞാണ് ഞങ്ങൾ അവിടെ എത്തുന്നത്. അവിടെ വന്ന് ഡോക്ടറെ കാണിച്ചു. ഡോക്ടർ പറഞ്ഞു നമുക്ക് അവിടെ നിന്ന് മെഡിസിൻ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് ഇത്രയും ഡോസൊന്നും പോകേണ്ട ആവശ്യം ഉണ്ടായില്ല. പക്ഷേ അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത മെഡിസിൻ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് കൊച്ചിന് എപ്പിസോഡ്സ് വന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. സാധാരണഗതിയിൽ ഇങ്ങനെയുള്ള ഈ അസുഖത്തിന് VG എടുത്തു കഴിഞ്ഞാൽ ഇത്രമാത്രം ഡിസ്ചാർജ് കാണാറില്ല. പക്ഷേ മോളുടെ ഇതിൽ വളരെ അധികമാണ് കാണുന്നതെന്ന് പറഞ്ഞു. ഞങ്ങൾ അമ്മയുടെ ഇവിടെ വന്ന് ഉടമ്പടിയിൽ വെച്ച് പ്രാർത്ഥിച്ചു. ഓരോ പ്രാവശ്യം ഉടമ്പടി പുതുക്കുമ്പോൾ ഞാൻ പറയും അമ്മേ മാതാവേ വേറെ ഒന്നും തന്നില്ലല്ലോ, എൻ്റെ കുഞ്ഞിനെ എനിക്ക് പഴയ പോലെ തിരിച്ചു തരണേ എന്ന് പറഞ്ഞ് എന്നും കരഞ്ഞ് ഞാനിവിടെ ഒത്തിരി പ്രാവശ്യം വന്ന എല്ലാ പ്രാവശ്യവും ഇവിടെ വന്ന് മുട്ടുകുത്തിന്ന് ഒത്തിരി കരഞ്ഞിട്ട് പോയിട്ടുണ്ട് ഞാൻ. ലാസ്റ്റ് എപ്പിസോഡ് ജനുവരിയിലാണ് വരുന്നത്. ജനുവരിയിൽ വലിയൊരു എപ്പിസോഡാണ് വന്നത്. ആദ്യം 1 സെക്കൻഡ് 2 സെക്കൻഡ് ആയിരുന്നെങ്കിൽ 20 മിനിറ്റ് വരെ അൺകോൺഷ്യസ് ആകുന്ന ഒരു അവസ്ഥയിലേക്കാണ് മോള് പോയത്. അപ്പോഴൊക്കെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഈ മെഡിസിൻ്റെ സൈഡ് എഫക്റ്റ് ആയതുകൊണ്ട് മോൾക്ക് വെയിറ്റ് കൂടിയതുകൊണ്ട് ഞങ്ങൾക്ക് 2 പേര് കൂടി എടുത്താൽ പോലും കുഞ്ഞ് തളർന്നു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾക്ക് എടുത്തിട്ട് ഹോസ്പിറ്റലിൽ പോകാൻ പറ്റാത്ത അവസ്ഥ വന്നിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ മാത്രം ഉള്ളപ്പോഴും ഗ്രാൻഡ് പേരൻസ് ഉള്ളപ്പം രോഗം വന്നിട്ട് ഞാൻ നിന്ന് കരയുമല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. കൊച്ച് കരിനീല കളറായിട്ടും എനിക്ക് എടുക്കാൻ പറ്റുന്നില്ല, പൊങ്ങുന്നില്ല കുഞ്ഞ്. അങ്ങനെ ഒരു അവസ്ഥ വരെ വന്നു. അടുത്തുനിന്ന് ആളുകളെല്ലാം വിളിച്ചിട്ടാണ് ഞങ്ങളന്ന് ഹോസ്പിറ്റലിലാക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് എപ്പിസോഡ് വന്നപ്പോൾ അവർ പറയുകയാണ് ഇത് സാധാരണഗതിയിൽ 12 വയസ്സ് 13 വയസ്സോടുകൂടി മാറിപ്പോകും. പക്ഷേ മോളുടെ കേസ് കണ്ടിട്ട് ഓരോ ദിവസം കൂടിയാണ് വരുന്നത്. ഒരു പക്ഷേ ഇതൊരു ജനറൽ സീഷറായി മാറിയിട്ടുണ്ടാകാം. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഉണ്ടാകുന്നത്. പലപ്പോഴും ഞങ്ങൾ ഡോക്ടറോട് പല സംശയം ചോദിക്കുമ്പോഴും ഡോക്ടർക്ക് പലപ്പോഴും ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ മാർക്കാണ്. ഡോക്ടർക്കും നല്ലൊരു ഉത്തരം ഞങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ഒരു ഉത്തരം തരാൻ കഴിയാറില്ലായിരുന്നു. അങ്ങനെ ലാസ്റ്റ് എപ്പിസോഡ് വന്ന് അങ്ങനെ പോയി. അപ്പം ഞാൻ ഈ ലാസ്റ്റത്തെ സമയത്ത് ഞാൻ കരഞ്ഞുകൊണ്ട് കൊന്ത ചൊല്ലിക്കൊണ്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു അമ്മേ നിൻ്റെ നിയോഗം, നിൻ്റെ ഇഷ്ടം എൻ്റെ കുഞ്ഞ് ഇങ്ങനെ ആയിരിക്കാനാണെങ്കിൽ അങ്ങനെ തന്നെ ആവട്ടെ, നിൻ്റെ ഇഷ്ടം. പക്ഷേ എനിക്ക് അതിനുള്ള ശക്തി അമ്മ തരണം, എനിക്കിത് താങ്ങാനുള്ള ശക്തി തരണം എന്ന് പറഞ്ഞ് ഞാൻ സറണ്ടർ ചെയ്തു മാതാവിൻ്റെ അടുത്ത്. ഞാൻ ഇനി ഇതിനു വേണ്ടി വാശി പിടിക്കില്ല. ജോലിക്ക് വേണ്ടി പറഞ്ഞ പോലെ തന്നെ ഞാൻ പറഞ്ഞു ഞാൻ വാശി പിടിക്കുന്നില്ല, അമ്മയുടെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞു. പക്ഷേ ആ എപ്പിസോഡ് കഴിഞ്ഞ് 3 ദിവസം കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇതിൻ്റെ ഇത്രയും മെഡിസിൻ പോയിട്ട് ഈ കുഞ്ഞിന് എന്തുകൊണ്ട് ഇങ്ങനെ വരുന്നെന്ന് അറിയാനായിട്ട് 3T MRI ചെയ്യണമെന്ന് പറഞ്ഞു. ബ്രെയിൻ്റെ MRI ചെയ്യണമെന്ന്. അങ്ങനെ MRI ചെയ്ത് കഴിഞ്ഞപ്പോൾ MRI ചെയ്ത ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങളോട് 2 മണിക്കൂർ കഴിഞ്ഞ് വരാനാണ് പറഞ്ഞു. ഞങ്ങൾ അത് കോള് വരുമ്പോൾ എല്ലാം ശരിക്കും പറഞ്ഞാൽ ഞാൻ കിലുകില വിറക്കിയായിരുന്നു. എനിക്ക് എന്താണ് അവരുടെ മറുപടി എന്ന് അറിയാൻ പറ്റാതെ. അപ്പോൾ അവർ വിളിച്ചിട്ട് ചോദിക്കുന്നത് ഇതിന് മുന്നേ എടുത്ത ഏതെങ്കിലും MRIയോ VGയോ എന്തെങ്കിലും ഉണ്ടോ, ഈ കൊച്ചിന് ഇങ്ങനെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നതാണോ എന്നാണ് അവരെന്നോട് ചോദിക്കുന്നത്. ആ ദിവസങ്ങളിലെല്ലാം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് അമ്മയോട് ചേർന്ന് ശുശ്രൂഷ ചെയ്യാൻ പല ഇങ്ങനെ ദൈവദാൻ സെൻറ്ററുകളുണ്ട്, വയ്യാത്തവരെ ശുശ്രൂഷിക്കുന്ന സെൻറ്ററുകളുണ്ട്, അവിടെ എല്ലാം പോയിക്കൊണ്ടിരുന്നു. കരഞ്ഞുകൊണ്ടാണ് ഞാൻ അവർക്കുള്ള വസ്ത്രം എല്ലാം അലക്കി കൊടുക്കുമ്പോൾ ഞാൻ കരയും അമ്മേ മാതാവേ ഇതുപോലെ എൻ്റെ കുഞ്ഞിൻ്റെ ബ്രെയിനും അമ്മ അലക്കി വെളുപ്പിച്ച് തരണേ, അങ്ങനെ പ്രാർത്ഥിക്കും. ഞാൻ വീട്ടിൽ തുണി അലക്കുമ്പോഴും ഭക്ഷണം കഴിക്കുമ്പോഴും പാത്രം കഴുകുമ്പോഴും എല്ലാം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അമ്മേ മാതാവേ എൻ്റെ കൂടെ ഉണ്ടാവണേ, വരണേ, എന്നെ അനുഗ്രഹിക്കണേ, എൻ്റെ കൂടെ നിൽക്കണേ, എനിക്കെല്ലാം താങ്ങാനുള്ള ശക്തി തരണേ. എനിക്കിവിടെ എണ്ണി പറയാൻ പറ്റാത്തത്ര വേറെ കാര്യങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ട്. പക്ഷേ എങ്കിലും ഞാനിങ്ങനെ അമ്മയോട് പറയും, ചേർന്ന് നിൽക്കും തോറും എനിക്ക് ഈ പ്രശ്നങ്ങളൊന്നും എനിക്ക് വലിയ പ്രശ്നങ്ങളായി തോന്നിയിരുന്ന പല കാര്യങ്ങളും വളരെ ചെറുതായി തോന്നാൻ തുടങ്ങി, പ്രശ്നങ്ങളെല്ലാം വളരെ ചെറുതാവാൻ തുടങ്ങി. അങ്ങനെ ലാസ്റ്റത്തെ ഇത് ഇങ്ങനെ മാതാവിൻ്റെ മുമ്പിൽ സറണ്ടർ ചെയ്തതിന് ശേഷം 3T MRI എടുക്കുമ്പോൾ അവർ ചോദിച്ചു ഞങ്ങൾക്ക് ഇതിലൊന്നും കാണാൻ കഴിയുന്നില്ല, കൊച്ചിൻ്റെ ബ്രെയിൻ പരിപൂർണമായും ഈ ഏജിൽ എങ്ങനെ ഇരിക്കണോ അങ്ങനെ തന്നെയാണ് ഉള്ളതെന്ന് പറഞ്ഞു. അന്ന് മുതൽ ഞങ്ങൾ നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ ശേഷം അത് ഞങ്ങൾ എടുക്കുന്നത് കോഴിക്കോട് നിന്നാണ്. കോഴിക്കോട് നിന്ന് എടുത്ത് അതുകൊണ്ട് ഞങ്ങൾ അമൃതയിൽ വരുന്നു. അമൃതയിൽ വന്ന് ഡോക്ടർ VG വീണ്ടും VG എടുക്കുന്നു. അപ്പോൾ ഡോക്ടർ ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾക്ക് ആദ്യം തന്നെ ഇവർ റിപ്പോർട്ട് തന്നു. ഈ ടെക്നീഷ്യൻ റിപ്പോർട്ട് തന്നപ്പോൾ ഞങ്ങൾ നോക്കുമ്പോൾ കൊച്ചിൻ്റെ MRIയിൽ ഈ VGയിൽ നോർമൽ എന്നാണ് കാണുന്നത്, ഒന്നുമില്ല, ഒരു പ്രശ്നവും ഇല്ലെന്നാണ് VG കാണുന്നത്. പക്ഷേ ഡോക്ടർ ഞങ്ങളോട് കണ്ടേച്ച് പറഞ്ഞു, ഡോക്ടർക്ക് അത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഡോക്ടർ നിങ്ങളുടെ കയ്യിൽ തന്ന റിപ്പോർട്ട് ഞങ്ങൾക്ക് തരണം, ഞങ്ങൾ ഓൾറെഡി അതിൻ്റെ ഫോട്ടോ എടുത്ത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന 1-2 പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങളുടെ റിപ്പോർട്ട് ഞങ്ങൾക്ക് തിരിച്ചു തരണം എന്ന് പറഞ്ഞു. കാരണം വിശ്വസിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഡോക്ടർ അങ്ങനെ പറഞ്ഞത്. എന്നിട്ട് അതിൻ്റെ അകത്ത് ഓൾമോസ്റ്റ് നോർമൽ എന്നാക്കി ഞങ്ങൾക്ക് റിപ്പോർട്ട് തന്നു. അപ്പോഴും എനിക്ക് ഒത്തിരി വേദന തോന്നി, കാരണം അന്ന് തൊട്ടേ മെഡിസിൻ നമുക്ക് കുറച്ച് തുടങ്ങാമായിരുന്നല്ലോ. പക്ഷേ ഞാൻ വിചാരിച്ചു അമ്മയെ വേണ്ട, ഞാൻ ഇത് സറണ്ടർ ചെയ്തതല്ലേ, പിന്നെ എന്തിനാണ് ഞാൻ കൂടുതൽ ആഗ്രഹിക്കുന്നത്, വീണ്ടും വിട്ടുകൊടുത്തു അമ്മയ്ക്ക്.
അടുത്ത പ്രാവശ്യം ഇപ്പോൾ കഴിഞ്ഞ മാസം ഞങ്ങൾ ചെന്നു, VG എടുത്തു, സെയിം തന്നെ നോർമൽ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു ഇത് നോർമലായി, കുഞ്ഞിന് ഒരു കുഴപ്പമില്ല. സാധാരണഗതിയിൽ 12-13 വയസ്സിലാണ്. പക്ഷേ ഇത് ഇങ്ങനെയാണ് ഞങ്ങൾ ആദ്യം മനസ്സിലാക്കി വെച്ചിരുന്നത്. ഒരു ജനറൽ സീഷറിലേക്ക് പോവുകയും ലൈഫ് ലോങ് മെഡിസിൻ കഴിക്കുകയും ചെയ്യേണ്ടി വരുമെന്നായിരുന്നു ഞാൻ എഴുതി വെച്ചിരുന്നത്. പക്ഷേ മോൾക്ക് ഇനി മെഡിസിൻ വേണ്ട, സ്റ്റോപ്പ് ചെയ്യാം. എല്ലാ ദിവസവും നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കും. രാത്രിയിലും രാവിലെ ആദ്യം ഉണർന്നാലും ഇതാണ് ഞാൻ ചെയ്യാറ്. പ്രത്യക്ഷീകരണ പ്രാർത്ഥന, അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എല്ലാ ദിവസവും കൂടും. മോളെ എല്ലാ ദിവസവും ഞാൻ നെറുകയിലും നെറ്റിയിലും കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിക്കും. കൂടാതെ ഞങ്ങൾ ഈ അവസാനത്തെ VG എടുക്കുന്നതിന് തൊട്ട് മുമ്പ് വന്ന് ജോസഫ് അച്ഛനെ കാണുകയും ജോസഫ് അച്ഛൻ തൈലം കൊണ്ട് ആശീർവദിക്കുകയും ചെയ്തിരുന്നു മോളെ. അതിനുശേഷമാണ് ഹോസ്പിറ്റലിൽ നിന്ന് ഞങ്ങൾക്ക് പരിപൂർണമായിട്ട് സൗഖ്യപ്പെട്ടു എന്നുള്ള റിപ്പോർട്ട് തന്നത്. ഇതാണ് ഞങ്ങളുടെ 3 സാക്ഷ്യങ്ങൾ. അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഞങ്ങൾ ചെയ്യുന്ന സുവിശേഷ വേല, കാരുണ്യപ്രവർത്തികൾ പറയാം. കാരുണ്യപ്രവർത്തിയായിട്ട് ഞങ്ങൾ 2 അനാഥാലയങ്ങളിൽ പോകാറുണ്ട്. 3 സ്ഥലത്ത് പോകാറുണ്ട്. ഒരു സ്ഥലത്ത് ഞങ്ങൾ അവിടെ മക്കളെ കാണുക, അവരോട് സംസാരിക്കുകയൊക്കെ ചെയ്യുള്ളൂ. ബാക്കിയുള്ള സ്ഥലങ്ങളിൽ വയസ്സായ ആളുകളാണ്, മെൻ്റലി ബുദ്ധിമുട്ടുള്ള ആളുകളാണ്. അവരുടെ അടുത്ത് പോയി സംസാരിക്കും, അവരുടെ അടുത്ത് കുറച്ച് സമയം ഇരിക്കും. അപ്പോൾ ഒരാഴ്ച ചെന്നില്ലെങ്കിൽ അവർ ചോദിക്കും, വന്നില്ലല്ലോ, ഞങ്ങളെ കാണാൻ വന്നില്ലല്ലോ എന്ന്. ആദ്യകാലങ്ങളിൽ ഉടമ്പടി എടുക്കുന്നതിന് മുമ്പെല്ലാം എനിക്ക് ഇങ്ങനെയുള്ള സ്ഥലത്തെല്ലാം പോകണം, അവരെയൊക്കെ കാണണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷേ എനിക്ക് പേടിയായിരുന്നു. അവരെയൊക്കെ കണ്ടു കഴിയുമ്പോൾ അവരുടെ വേദന കാണുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് ടയേർഡായിട്ടായിരിക്കും തിരിച്ചു വരുന്നത്. ഞാൻ മെൻ്റലി തളർന്നായിരിക്കും തിരിച്ച് വീട്ടിലോട്ട് എത്തുക. അപ്പോൾ അങ്ങനെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ളവരെ കാണാൻ പോകാറില്ലായിരുന്നു. പക്ഷേ ഉടമ്പടി എടുത്തതിന് ശേഷം ഞാൻ ഓരോ പ്രാവശ്യം പോകും തോറും എനിക്ക് ശക്തി കിട്ടുകയും ചെയ്തു, പോവാനായിട്ട്, അവരെ കാണാനായിട്ട്, ആശ്വസിപ്പിക്കാനായിട്ടും. ചില കുട്ടികളൊക്കെ വയ്യാത്ത ഒരു മോളുണ്ട്, ഞാൻ താഴെ എത്തും, അവൾ മുകളിലാണ് കിടക്കുന്നത്. താഴെ എത്തുമ്പോഴത്തേക്കും എൻ്റെ സംസാരത്തിന് സൗണ്ട് കേൾക്കുമ്പോൾ അവൾ അവിടെ അറിയും. അവളവിടെ കിടന്ന് ചിരിക്കാൻ തുടങ്ങും. കൈയും കാലും എല്ലാം വളരെ വളഞ്ഞ് അങ്ങ് നമുക്ക് കണ്ട വിഷമം തോന്നുന്ന അവസ്ഥയിലാണ് മോളുള്ളത്. പക്ഷേ എൻ്റെ സൗണ്ട് കേൾക്കും. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ആ ഒരു വേർഡ് അല്ലെങ്കിൽ എൻ്റെ ഒരു സംസാരം, സാമീപ്യം അവൾ എത്രമാത്രം സന്തോഷിപ്പിക്കുന്നു എന്ന്. അതിനുശേഷം ഞാൻ മക്കളും പറയും, അമ്മേ അങ്ങനെയുള്ളിടത്ത് പോകുമ്പം ഭയങ്കര വിഷമമാണ്. ഞാൻ പറയും, ഇല്ല അങ്ങനെയല്ല, ഒരു നിമിഷം അവർക്കൊരു സന്തോഷം കൊടുക്കാൻ നമ്മൾക്കായാൽ അത് നമുക്ക് ഈശോയെയാണ് നമ്മൾ അവിടെ കാണിച്ചു കൊടുക്കുക. ആ സമയത്ത് അവർ ഈശോയെയാണ് നമ്മളിൽ കാണുന്നതെന്ന് എല്ലാവരോടും ഞാൻ പറയും, ഈശോയെ എന്ന് വിളിക്കണം, അമ്മയോട് പ്രാർത്ഥിക്കണം. പത്രം കൊണ്ടു കൊടുക്കും, വായിക്കാൻ അറിയാവുന്നവർക്ക് പത്രം കൊടുക്കും. അവർ പറയും അടുത്ത പ്രാവശ്യം. ഞങ്ങൾക്കത് ഭയങ്കര സന്തോഷമാണ്. വായിക്കാനൊന്നും ഇല്ലാത്തപ്പം അത്ഭുതങ്ങളുടെ പെരുമഴയായിട്ട് ഈ പത്രം കൊണ്ടുവരുമ്പോൾ ഭയങ്കര സന്തോഷമാണെന്നാണ് അവർ പറയാറ്. അവർക്കത് പിന്നെ പത്രം കൊടുക്കുന്നത്, പിന്നെ അലക്കി കൊടുക്കും, അവർക്ക് ഡ്രസ്സുകളൊക്കെ അലക്കി കൊടുക്കും. പിന്നെ ഭക്ഷണം ഞങ്ങൾക്ക് പറ്റുന്ന പോലെ, ഞങ്ങളുടെ സാമ്പത്തിക സ്ഥിതി അനുവദിക്കുന്ന അനുസരിച്ചുള്ള ഭക്ഷണങ്ങൾ അവർക്ക് കൊണ്ടു കൊടുക്കും. മിഠായി അങ്ങനെയുള്ളതൊക്കെ അവർക്ക് ആരും കൊടുക്കാനില്ലല്ലോ, അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഞങ്ങൾ കൊണ്ടു കൊടുക്കാറുണ്ട്. വലിയ സന്തോഷത്തോടെയാണ് ഞങ്ങൾ അവരെയും സ്വീകരിക്കുന്നത്. പിന്നെ പത്രം കൊടുക്കുന്നത് ഞങ്ങൾ ചെന്നാൽ ഉടനെ തന്നെ ഓടിക്കൊണ്ടുപോയി എല്ലാവർക്കും പത്രം കൊടുക്കാറില്ല. ഞങ്ങൾ പത്രം കയ്യിൽ വെക്കും. എന്നിട്ട് ഞങ്ങൾ 2 പേരും പത്രം കൊടുക്കും. അത് ആർക്കാണോ ഏറ്റവും അനുയോജ്യമായ വ്യക്തി അവിടെ മാത്രം എത്തിക്കാവുള്ളൂ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. പിന്നെ ആ പത്രം കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിയാണ് കൊണ്ടു കൊടുക്കാറ്. അതൊരു ഭാരമായിട്ട് തോന്നിയിട്ടില്ല. ആദ്യം ഉടമ്പടി എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഇത് കൊണ്ടു കൊടുക്കുമ്പോൾ ആളുകൾ എങ്ങനെ സ്വീകരിക്കും, എന്ത് സംസാരിക്കും, എന്നോട് എന്ത് പറയും എന്നൊക്കെ ഉള്ളൊരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം അങ്ങനെയൊന്നുമില്ല. അതെൻ്റെ ഒരു ഉത്തരവാദിത്തം ഞാൻ ചെയ്യുന്നത് പോലെയാണ്. ഞാൻ എൻ്റെ മക്കൾക്ക് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന പോലെ തന്നെ എൻ്റെ ഈശോയ്ക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു ശുശ്രൂഷ. അമൃതയിൽ ചെന്നാലും ഞാൻ അവിടെ നിന്ന് കൊന്തയിലും ഓരോ രഹസ്യം, ഒരു പത്രം എടുത്ത് കൈപ്പിടിച്ചിട്ട് ഒരു രഹസ്യം കഴിയുമ്പോൾ ഒരാളെ ഞാൻ നോട്ടം ഇടും, ആ വ്യക്തിയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. എന്നിട്ട് ആ പത്രം അവർക്ക് കൊണ്ടു കൊടുക്കും. ചിലരൊക്കെ റിജക്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ റിജക്റ്റ് ചെയ്താലും സ്വീകരിച്ചാലും എനിക്ക് ഒരുപോലെ തന്നെ എൻ്റെ ഡ്യൂട്ടി കൊടുക്കുക എന്നുള്ളതാണ് മാതാവ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം. ഞാനത് നിറവേറ്റും. പിന്നെ ഞങ്ങളുടെ കസിൻ ഒരു ബ്രദർ, അച്ഛനുണ്ട്, കസിൻ ബ്രദർ ചാന്ത രൂപതയിലാണ്. മിഷണറിയാണ്. അപ്പോൾ ആ അച്ഛനോട് സംസാരിച്ചിട്ട് ഞങ്ങൾ ഇവിടുന്ന് ഹിന്ദി, മറാത്തി പത്രങ്ങൾ ഇവിടെ അടിക്കണതിനനുസരിച്ച് വിളിച്ച് ചോദിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ അനുസരിച്ച് ഞങ്ങളത് ഇതേപോലെ തന്നെ ഓരോ പത്രം, ചിലപ്പോൾ 5 കെട്ടൊക്കെ പത്രം ഉണ്ടാകും, എല്ലാം ഞാൻ കുരിശ് വരച്ച് തൈലം കൊണ്ട് കുരിശ് വരയ്ക്കും ഓരോ പത്രത്തിലും. എന്നിട്ട് ഈശോയോട് പറയും, ഇത് ചെല്ലുന്ന ഒരു ആശ്വാസമായിരിക്കണം, അവർക്കൊരു ദാഹിച്ചിരിക്കുന്നവന് കിട്ടുന്ന ഒരു വെള്ളം പോലെ ആശ്വാസമാവണേ എന്ന് പറഞ്ഞ് കുരിശ് വരച്ച് പ്രാർത്ഥിച്ച് അത് ഞങ്ങൾ അയച്ചു കൊടുക്കും. അപ്പോൾ അച്ഛൻ പറയണേ, അച്ഛൻ ഇടയ്ക്ക് ഇപ്പോൾ വിളിച്ച് ചോദിക്കും, ആളുകൾ ഇങ്ങോട്ട് അന്വേഷിക്കുന്നുണ്ട്, പത്രം തരാമോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിവിടെ വിളിച്ച് ചോദിക്കുമ്പോൾ ഈ മാസം ഇല്ല അങ്ങനെ പറയും. അങ്ങനെ ഞങ്ങൾ ആവുന്നതനുസരിച്ച് ആ പത്രങ്ങൾ അങ്ങനെ അയച്ചു കൊടുത്ത് അവിടെ ശുശ്രൂഷ ചെയ്യാറുണ്ട്.
പിന്നെ വേറെ ഒരു അനുഭവം ഉള്ളത്, മോളുടെ മരുന്ന് സ്ഥിരമായി മേടിച്ചുകൊണ്ടിരുന്ന മെഡിക്കൽ സ്റ്റോറിൽ ഞങ്ങൾ മെഡിസിൻ കുറച്ചു എന്ന് പറഞ്ഞപ്പം ആ മെഡിക്കൽ സ്റ്റോറിലെ വ്യക്തി ഞങ്ങളോട് പറഞ്ഞത്, ഹസ്ബൻഡ് മെഡിസിൻ മേടിക്കാൻ നിൽക്കുമ്പോൾ പറഞ്ഞത്, മെഡിസിൻ ഇനി മുതൽ വേണ്ട ചേട്ടാ, ഇങ്ങനെ മെഡിസിൻ സ്റ്റോപ്പായി എന്ന് പറഞ്ഞപ്പോൾ, ഈ മെഡിസിൻ സ്റ്റോപ്പാക്കിയോ? 20 വർഷം വരെ നിങ്ങൾ ഭയങ്കര ഭാഗ്യവാന്മാരാണല്ലോ, 20 വർഷമായിട്ടും ആ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്നവരെ എനിക്ക് ഈ അയൽവക്കത്ത് അറിയാവുന്നവരുണ്ടെന്ന് പറഞ്ഞു. എന്നിട്ട് അടുത്ത നിമിഷം ഞങ്ങൾക്ക് പറയാൻ ഇട തരാതെ ആ വ്യക്തി ഇങ്ങോട്ട് തിരിച്ചു പറയുകയാണ്, അത് നിങ്ങളുടെ കൃപാസന മാതാവാണ് നിങ്ങളെ രക്ഷിച്ചതെന്ന്. അപ്പോൾ ഞാൻ അങ്ങോട്ട് പറയാതെ തന്നെ, ഞങ്ങൾ അങ്ങോട്ട് പറയാതെ തന്നെ ഞങ്ങളെ കണ്ട്, ഞങ്ങളുടെ സാക്ഷ്യം കണ്ട് ഇങ്ങോട്ട് ആളുകൾ റിയലൈസ് ചെയ്യുന്ന ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്നുണ്ട് ജീവിതത്തിൽ. എല്ലാത്തിനും ഞങ്ങൾക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറഞ്ഞ് നിർത്തുന്നു. നന്ദി. ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000 നന്ദി. പ്രിയമുള്ളവരെ, എനിക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങളെക്കാളും കൂടുതൽ പറയാനുള്ളത്, നമ്മൾ നമ്മുടെ കടമയാണ് നിർവഹിക്കുന്നത്. ഈശോയോടുള്ള സ്നേഹത്തെ പ്രതി നമ്മൾക്ക് സഹനങ്ങളുണ്ടാവും. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാട്, സഹനങ്ങൾ എന്തുണ്ടായാലും നമ്മൾക്കുള്ളൊരു ഉത്തരവാദിത്തമാണ് ഈശോയെക്കുറിച്ചും പരിശുദ്ധ അമ്മയെക്കുറിച്ചും എല്ലാവരെയും അറിയിക്കുക. അത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. എൻ്റെ ഒരു ബോധ്യം ഇതാണ്, നല്ല വീഞ്ഞ് കിട്ടിയത് അവസാനമാണ്, സഹനങ്ങൾ കിട്ടുന്നത് നല്ലതാണ്. ഏറ്റവും പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നതിനേക്കാൾ ഏറ്റവും അവസാനം കിട്ടുന്നതാണ് നല്ലത്. കാരണം ഏറ്റവും നല്ലത് അവസാനത്തേക്കാണ് ഈശോ മാറ്റി വെച്ചിരിക്കുന്നത്. അതെൻ്റെ സ്വന്തം കാഴ്ചപ്പാടാണ്. പക്ഷേ അതിൽ തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നത്. ഞങ്ങൾക്ക് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും 1000. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. ഞങ്ങളെ ഈ ആൽത്താരയിൽ കയറ്റി സാക്ഷ്യം പറയാൻ അനുവദിച്ചതിന്. ഞാൻ 2024 ജൂലൈ 1 തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുത്തത്. എൻ്റെ അനിയത്തി വഴിയാണ് ഞാൻ കൃപാസനത്തെപ്പറ്റി കൂടുതൽ അറിഞ്ഞത്. ഞാൻ ആദ്യം UK പോകാൻ കുറേ വർഷങ്ങളായിട്ട് നോക്കുന്നുണ്ടായിരുന്നു. അപ്പം എൻ്റെ അനിയത്തി രമ്യ, അവൾ മാർച്ചിൽ വന്ന് ഉടമ്പടി എടുത്തതിൽ ആദ്യം എടുത്ത നിയോഗം എനിക്ക് UK പോകാൻ വേണ്ടിയിട്ടായിരുന്നു. ഒരാഴ്ചയ്ക്കകം തന്നെ എനിക്ക് UK പോകാനൊരു ഓപ്പർച്യൂണിറ്റി കിട്ടുകയും പെട്ടെന്ന് തന്നെ അതിൻ്റെ കാര്യങ്ങൾ നടക്കുകയും ചെയ്തു. അങ്ങനെ ഞങ്ങൾ ജൂലൈയിൽ നാട്ടിലെത്തി. കൃപാസനത്തിൽ വന്ന് തീർത്ഥാടന ഉടമ്പടി എടുത്ത് ജൂലൈ 31 ഞങ്ങൾ UK-യിലെത്തി. 3-4 ദിവസം റൂമിൻ്റെ കാര്യത്തിൽ കുറേ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ എല്ലാ കാര്യങ്ങളും ശരിയാകുകയും അവിടെ ഒരു കാറ് വാങ്ങാൻ അനുവദിക്കുകയും പിന്നെ മോളുടെ സ്കൂള്, എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് തന്നെ നടന്നു. ഞങ്ങൾ എല്ലാ ദിവസവും രാവിലെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡിൽ പങ്കെടുക്കുകയും അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുകയും ചെയ്യുന്നുണ്ടായിരുന്നു. ഞാനൊരു അക്രൈസ്തവയാണ്. അപ്പം നമ്മൾ വളരെ പുതിയ കാര്യങ്ങളായിരുന്നു ഈ പ്രാർത്ഥനകളും എല്ലാം. അതിൻ്റെ ചിട്ടയായ രീതിയിൽ ഞങ്ങളവിടെ ചെയ്യുന്നുണ്ടായിരുന്നു. 3 മാസങ്ങൾക്ക് ശേഷം എൻ്റെ കമ്പനി ഒരു സ്റ്റാർട്ടപ്പ് കമ്പനിയായിരുന്നു. അപ്പം അവിടെ വിസയ്ക്ക് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായി. അപ്പം എന്നോടൊപ്പം ജോലി ചെയ്ത 3 പേർക്കും വിസയ്ക്ക് പ്രശ്നങ്ങൾ വന്ന് ഞങ്ങൾക്ക് അവിടുന്ന് പുതിയ സ്പോൺസർഷിപ്പ് ജോബ് കണ്ടുപിടിക്കേണ്ട ഒരു സാഹചര്യമുണ്ടായി. അപ്പം ഹസ്ബൻഡിന് അവിടെ ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റി വേറൊരു കമ്പനിയിൽ. അപ്പം ഞാൻ ജോലിക്ക് നോക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ ഏപ്രിൽ 22 തീയതി 2025 ഗവൺമെൻറ്റിൽ നിന്നൊരു മെയിൽ വന്നു, നമ്മൾക്ക് ജൂൺ 22 വരെ അവിടെ നിൽക്കാൻ പറ്റത്തുള്ളൂ, അതിനുള്ളിൽ പുതിയ സ്പോൺസർഷിപ്പ് കണ്ടെത്തണമെന്ന്. ഞങ്ങൾ ഒരുപാട് ജോബ് നോക്കി. അപ്പം ജൂൺ 19 ആയപ്പോഴത്തേക്ക് ഹസ്ബൻഡിന് ഒരു സ്പോൺസർഷിപ്പിൻ്റെ ഒരു ജോബ് ശരിയായി. അതിനുവേണ്ടി 22 മുമ്പ് തന്നെ നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാൻ പറ്റി. അപ്പം എങ്കിലും നമുക്ക് IELTS എഴുതിയെടുക്കേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു. അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് നമ്മൾ 3 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് സബ്മിറ്റ് ചെയ്യണം. അപ്പം അദ്ദേഹം IELTS എഴുതാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങി. ജൂലൈ 25 ആദ്യത്തെ ശ്രമം ചെയ്തെങ്കിലും അത് പരാജയപ്പെട്ടു. അപ്പം ഓഗസ്റ്റ് 3 ജോസഫ് അച്ഛൻ അവിടെ UK-യിൽ ധ്യാനത്തിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 3 4 അച്ഛൻ്റെ 3 അവിടെ 3 ദിവസം അച്ഛൻ്റെ ധ്യാനത്തിൽ പങ്കെടുക്കാൻ പറ്റി. അച്ഛൻ്റെ ബ്ലെസ്സിങ് ഡയറക്റ്റ് നമുക്ക് വാങ്ങാൻ പറ്റി. ആദ്യത്തെ തവണ തീർത്ഥാടന ഉടമ്പടിക്ക് ഇവിടെ വന്ന സമയത്ത് 1 മാസം ഉണ്ടെങ്കിലും നമുക്കന്ന് അച്ഛൻ്റെ ബ്ലെസ്സിങ് വാങ്ങാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പം അവിടെ ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമുക്കതൊരു വലിയ വിഷമമായിരുന്നു, അച്ഛൻ്റെ ബ്ലെസ്സിങ് നമുക്ക് കിട്ടിയില്ലല്ലോ എന്ന്. പക്ഷേ അച്ഛൻ അപ്രതീക്ഷിതമായി UK-യിൽ വരികയും ഞങ്ങൾക്ക് അച്ഛൻ്റെ ബ്ലെസ്സിങ് നേരിട്ട് കിട്ടുകയും അവിടെ തീർത്ഥാടന ഉടമ്പടി പുതുക്കാനുള്ള അവസരം ഉണ്ടാകുകയും ചെയ്തു. അതിനുശേഷം ഓഗസ്റ്റ് 9 ഹസ്ബൻഡിന് ഒരു സർജറി ഉണ്ടായിരുന്നു, അവിടെ ഹെർണിയയുടെ സർജറി. അതിനുശേഷം ഓഗസ്റ്റ് 22 ആയിരുന്നു നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യേണ്ടത്. 21 എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോഴും 3 പ്രാവശ്യം എഴുതിയപ്പോഴും അദ്ദേഹത്തിന് IELTS ക്ലിയർ ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ 22 ഡേറ്റ് കഴിഞ്ഞു പോകുമെന്ന് നമ്മൾ ഭയപ്പെട്ടിരുന്നു. പക്ഷേ എങ്കിലും മാതാവിൽ വിശ്വാസമുണ്ടായിരുന്നു. നമ്മൾ ഉടമ്പടിയിൽ ജീവിക്കുന്ന ആളുകളാണല്ലോ,
അപ്പോൾ ഒന്നും സംഭവിക്കില്ല എന്നുള്ള പൂർണ്ണ വിശ്വാസത്തിൽ തന്നെ നമ്മൾ വിശ്വസിച്ച് പോന്നു. അതിൽ 4ാമത്തെ എക്സാമിന് റിസൾട്ടിൽ അദ്ദേഹത്തിന് എല്ലാം ക്ലിയർ ചെയ്യുകയും ആ ഡോക്യുമെൻ്റ് 28-ാം തീയതി ഞങ്ങൾ സബ്മിറ്റ് ചെയ്ത് ബയോമെട്രിക്സിന് സെപ്റ്റംബർ 1-ാം തീയതി കൊടുത്തു. 7 ദിവസത്തിനുള്ളിൽ 3 വർഷത്തെ വിസ മാതാവ് ഞങ്ങൾക്ക് സ്റ്റാമ്പ് ചെയ്ത് തന്നു. 3 വർഷത്തെ UK വിസയിൽ ഹസ്ബൻഡിന് സ്പോൺസർഷിപ്പോട് കിട്ടുകയും ഞാനും മോളും അവിടെ ഡിപ്പെൻഡൻ്റായി ഞങ്ങൾക്ക് അവിടെ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി. 9 ദിവസത്തിനുള്ളിൽ. ഒരിക്കലും നടക്കാത്ത ഒരു കാര്യമായിട്ടായിരുന്നു നമുക്കത് മനസ്സിലായത്. കാരണം ഞാൻ എൻ്റെ വിസയിൽ അവിടെ പോയി. ഒരിക്കലും ഞാനൊരു ഡിപ്പെൻഡൻ്റ് ആണെങ്കിൽ മാത്രമേ എനിക്കൊരു നല്ല ജോലിയിലേക്ക് എനിക്ക് കയറാൻ പറ്റത്തുള്ളായിരുന്നു. അപ്പോൾ ഒരിക്കലും അത് സാധ്യമാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷയില്ല. അപ്പം അതൊരു നടക്കാത്ത ഒരു കാര്യം മാതാവ് ഞങ്ങളുടെ ജീവിതത്തിൽ നടത്തി തന്നു. ഈ ഉടമ്പടി ഇത്രയും പ്രോബ്ലംസ് നടക്കുമ്പം ഞാൻ ഏപ്രിൽ 22-ാം തീയതി ആയിരുന്നു നമുക്ക് ഗവൺമെൻറ്റിൽ നിന്ന് മെയിൽ വന്നത്. ആ സമയം തൊട്ട് കഴിഞ്ഞ സെപ്റ്റംബർ 9-ാം തീയതി എനിക്ക് വിസ വരുന്നിടം വരെ ഞാൻ ഒരു ദിവസം ഒരു നേരം മാത്രം രാത്രി മാത്രമേ ഞാൻ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ. കാരണം അച്ഛൻ പല സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ധ്യാനത്തിൽ, നമുക്ക് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സഹനങ്ങളും കൂടുമ്പോൾ നമ്മൾ ദൈവത്തിന് വേണ്ടി കൂടുതൽ എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കൂടുതൽ ചെയ്യണം, എന്തൊക്കെ പ്രാർത്ഥനകൾ കൂടുതൽ ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ ചെയ്യണമെന്ന്. അപ്പം അതനുസരിച്ച് ഞാൻ മാതാവിൻ്റെ വണക്കമാസം മുതലാണ് ആദ്യം 1 മാസം സ്റ്റാർട്ട് ചെയ്തത്. അതിനുശേഷം എനിക്ക് തോന്നി മാതാവ് എനിക്ക് വിസ തന്നിട്ട് മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കുന്നുള്ളൂ എന്ന് വിചാരിച്ച് രാത്രി മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കത്തുള്ളായിരുന്നു. പകൽ മൊത്തം ഉപവാസം എടുക്കുമായിരുന്നു. അപ്പം അങ്ങനെ സെപ്റ്റംബർ 9-ാം തീയതി വിസ വന്നതിന് ശേഷം മാത്രമാണ് ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയത്. അതിന് ശേഷം 3 ദിവസം മാത്രം ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിച്ചത്. അച്ഛൻ്റെ ധ്യാനത്തിന് UK പോയ ആ 3 ദിവസം അവിടുത്തെ ഉച്ചഭക്ഷണം മാത്രമായിരുന്നു ഞാൻ കഴിച്ചിരുന്നത്. അപ്പം സെപ്റ്റംബർ 5-ാം തീയതി എല്ലാവർക്കും അറിയുന്ന പോലെ ഓണമായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചിരുന്നു, മാതാവ് ഇന്നെങ്കിലും ബയോമെട്രിക്സിന് കൊടുത്തിട്ട് ഇന്നെങ്കിലും എനിക്ക് വിസ കിട്ടുവാണെങ്കിൽ മാതാവിന് ഞാൻ ഓണസദ്യ വീട്ടിൽ ഒരുക്കി ഉച്ചവരെ കാത്തിരുന്നു അന്ന് വിസ കിട്ടുമെന്ന്. പക്ഷേ അന്നും വന്നില്ലായിരുന്നു. അപ്പോൾ അന്നും സദ്യ ഒരുക്കി അമ്മയ്ക്ക് വെച്ചിരുന്നെങ്കിലും ഞാനും ഏട്ടനും വൈകുന്നേരമായിരുന്നു ഭക്ഷണം കഴിച്ചത് ഓണസദ്യ. അതിനുശേഷം 3 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് വിസ കിട്ടിയത്. അതിനുശേഷം അവിടെ ഒരു ഓണം പ്രോഗ്രാമിന് എല്ലാ വിഭവങ്ങളോടും കൂടി ഒരു സദ്യ, അത് കഴിഞ്ഞുള്ള ശനിയാഴ്ച എനിക്ക് കഴിക്കാൻ പറ്റി. ഓണസദ്യ അങ്ങനെയാണ് ഞാൻ കഴിച്ചത്. എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും ഞങ്ങൾക്ക് തന്ന അനുഗ്രഹത്തിന് 1000 നന്ദി പറയുന്നു. ഈ സമയത്ത് ഞാൻ കൂടുതൽ ചെയ്ത പ്രാർത്ഥനകൾ ജൂലൈ മാസം തൊട്ട് 1000 മണി കൊന്ത ഞാൻ ചൊല്ലാൻ തുടങ്ങിയിരുന്നു. അത് ജപമാല എനിക്ക് വലിയൊരു ബലമായിരുന്നു. ശരിക്കും വളരെ സ്ട്രെസ്സായിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ പോയിരുന്നെങ്കിലും മാതാവിനോടുള്ള പ്രാർത്ഥന കൊണ്ട് നമുക്ക് മനസ്സിന് ഭയങ്കര ബലം കിട്ടുന്നുണ്ടായിരുന്നു. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയിട്ടായിരുന്നു നമുക്ക് ഈ പ്രശ്നങ്ങളെല്ലാം ഓരോ സാഹചര്യത്തിൽ വരുമ്പോഴും നമുക്ക് തോന്നും, ഓക്കെ അമ്മ എല്ലാം കരുതുന്നുണ്ട്, അമ്മയ്ക്കൊരു പ്ലാൻ ഉണ്ടാവും, അമ്മയ്ക്ക് എന്തെങ്കിലും ഒരു കരുതലുണ്ടാവുമെന്ന്. ഞാൻ വളരെ പ്ലാനോടുകൂടി കാര്യങ്ങൾ നടത്തുന്ന ഒരാളായിരുന്നു. നമുക്ക് UK പോയി ഇങ്ങനെ കാര്യങ്ങൾ വരും, അപ്പോൾ അത് മാതാവിനോട് പ്രാർത്ഥിക്കണം. ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു ജീവിതത്തിൽ ഞാൻ ഇത്രയും കാലം പോയിക്കൊണ്ടിരുന്നത്. പക്ഷേങ്കിൽ ഞാൻ വിചാരിച്ച കാര്യങ്ങളൊന്നും അല്ല എൻ്റെ ലൈഫിൽ നടന്നത്. ഞാൻ വിചാരിച്ചതിനേക്കാൾ വളരെ ഭംഗിയായിട്ട്, നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ ഭംഗിയായിട്ട് അമ്മ നമ്മുടെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് ഞങ്ങളെ ഇവിടം വരെ എത്തിച്ചു. ഈ കഴിഞ്ഞ 1 വർഷം ഞാൻ ജോലിക്ക് വേണ്ടി നോക്കി. അപ്പം ജാനുവരിയിൽ മാതാവിൻ്റെ ഒരു ഇൻഡ്യൂഷൻ വന്ന് ഞാൻ അവിടെ ഒരു കമ്പനി ഓപ്പൺ ചെയ്തു. ഞാൻ വർക്ക് ചെയ്ത ഒരു രീതിയിലുള്ള ഒരു കമ്പനി ഓപ്പൺ ചെയ്തു. അതിൽ നിന്ന് എനിക്കൊരു വർക്ക് വരാൻ തുടങ്ങി. അതിനുവേണ്ടി ഞാൻ ഡിപ്പെൻഡൻ്റ് ആയി നിന്നാൽ മാത്രമേ പറ്റത്തുള്ളായിരുന്നു. അതിനുവേണ്ടിയായിരുന്നു മാതാവ് ഹസ്ബൻഡിന് വേണ്ടിയിട്ട് സ്പോൺസർഷിപ്പ് ജോബ് കൊടുത്തതും എന്നെ ഡിപ്പെൻഡൻ്റ് ആക്കിയതും. ഇന്ന് ഞങ്ങളിവിടെ സ്വന്തമായിട്ട് ഒരു കമ്പനി തുടങ്ങി. അതിന് ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ മാതാവിൽ സമർപ്പിക്കുന്നു. ഇന്ന് അമ്മ മാതാവ് എന്ത് കാര്യങ്ങളും നടത്തുന്നു, ചിന്തിപ്പിക്കുന്നു, മനസ്സിലാക്കി തരുന്നു. അതനുസരിച്ചാണ് ഞങ്ങളുടെ 3 പേരുടെയും ജീവിതം പോകുന്നത്. ഈശോയ്ക്കും മാതാവിനും 1000 നന്ദി. കാരുണ്യ പ്രവർത്തനങ്ങളായിട്ട് ഞങ്ങൾ എല്ലാ ആഴ്ചയിലും അവിടെ ഫുഡ് കൊടുക്കുമായിരുന്നു. പിന്നെ കഴിഞ്ഞ 2-3 മാസമായിട്ട് ഞാൻ നാട്ടിൽ അമ്മയ്ക്ക് എല്ലാ ആഴ്ചയിലും 10 പേർക്ക് വീതം ഫുഡ് കൊടുക്കുന്ന രീതിയിൽ പൈസ അയച്ചു കൊടുക്കുകയും അമ്മ ഇവിടെ പൊതി വാങ്ങി കോട്ടയത്ത് കൊണ്ട് കൊടുക്കും. പിന്നെ ഒരു ഫാമിലിക്ക് കൃത്യമായ ഒരു എമൗണ്ട് നമ്മളെല്ലാ മാസവും അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ഇവിടുന്ന് പത്രം അമ്മ വാങ്ങിച്ച് നമുക്കവിടെ കൊറിയർ ചെയ്ത് തരും. അപ്പം നമ്മളവിടെ എല്ലായിടത്തും പ്രേക്ഷിത പ്രവർത്തനമായിട്ട് പത്രങ്ങൾ ഞങ്ങൾ എല്ലായിടത്തും കൊണ്ട് കൊടുക്കും. ഇവിടുന്ന് ഇംഗ്ലീഷ് പത്രവും മലയാളം പത്രവും നമ്മളവിടെ എല്ലായിടത്തും കൊടുക്കും. ഈശോയ്ക്കും അമ്മ മാതാവിനും ഞങ്ങൾ ഇപ്പോൾ വന്നത് ഒരു 2 ആഴ്ചത്തേക്ക് മാത്രമാണ് വന്നത്. ഈ സാക്ഷ്യം പറയാനും പിന്നെ ജപമാല റാലിക്ക് വേണ്ടി പങ്കെടുക്കാൻ ഞങ്ങൾ 3 പേരും പങ്കെടുക്കാൻ കഴിഞ്ഞ 1 മാസമായിട്ട് നോയമ്പെടുത്ത് മോൾ ഉൾപ്പെടെ നോയമ്പെടുത്തിട്ട് ഞങ്ങൾ മാതാവിനോടുള്ള നന്ദി അറിയിക്കാനും ആ സന്തോഷത്തിൽ പങ്കുചേരാനും വേണ്ടിയിട്ടാണ് ഞങ്ങളിപ്പോൾ UK നിന്ന് വന്നത്. നേരിട്ട് ഇന്നലെ എത്തിയത്. ഇന്ന് സാക്ഷ്യം പറഞ്ഞിട്ടാണ് ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത്.
ഈശോയ്ക്കും മാതാവിനും ഞങ്ങളുടെ കുടുംബത്തിന് തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി. ഈശോയ്ക്കും തിരുകുമാരനും 1000 നന്ദി. ഈ പുണ്യഭൂമിയിൽ നിൽക്കാൻ വളരെ സന്തോഷവും ബഹുമാനവും തോന്നുന്നു ഇവിടെ വന്ന് നിൽക്കുന്നതിൽ. എനിക്ക് കൂടുതലായെന്ന് പറയാം, രാജു ഓൾറെഡി എല്ലാ കാര്യങ്ങളും പറഞ്ഞിരുന്നാലും ഒരു കാര്യം മാത്രമേ എനിക്ക് പ്രത്യേകം പറയാനുള്ളൂ. ജോസഫച്ചൻ അവിടെ വന്ന സ്ഥിതിക്ക് എനിക്ക് ഹെർണിയയുടെ ഓപ്പറേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ ജോസഫച്ചൻ ഞാൻ നേരിട്ട് കണ്ടു. അപ്പോൾ ജോസഫച്ചൻ തൈലം തന്നിട്ട് എൻ്റെ ഈ തള്ളവരിൽ തൈലം തൊട്ടിട്ട് പറയും, നീ അവിടെ 8 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചെയ്തിട്ട് കുരിശ് വരയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ അതുപോലെ കുരിശ് വരച്ച് വിശ്വാസ പ്രമാണം ചെയ്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ ആലോചിച്ച് എന്തുകൊണ്ട് എനിക്ക് പിന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അപ്പോൾ ഞാനതിങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ മാതാവിനോട് ചോദിച്ചു. അപ്പോൾ പിന്നെയാണ് എനിക്കത് മനസ്സിലായപ്പോൾ നമ്മൾ ഇവിടെ പ്രേയറിന് എന്തിനെന്ന് ചോദിക്കില്ല, ഞാൻ അത് നിന്റെ നന്മയ്ക്കായി കരുതിയിട്ടുണ്ടെന്ന്. അപ്പോൾ അതാണ് എനിക്ക് കറക്റ്റായിട്ടും എനിക്ക് ശരിക്കും ആ സർജറി നടക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ആ സർജറിയുടെ ഒരു പേപ്പറാണ് എൻ്റെ വിസയ്ക്ക് കൊടുക്കേണ്ടി വന്നിരുന്നു. അതുകൊണ്ടാണ് ആ സർജറി എൻ്റെ നടക്കേണ്ടി വന്നത്. 22-ാം തീയതി ജൂൺ 22-ാം തീയതി എൻ്റെ സർജറി നടക്കേണ്ടതിന് ഒരു ഓഗസ്റ്റിലേക്ക് മാറ്റി വെച്ചുകൊണ്ട് ആ പേപ്പർ എനിക്ക് വളരെയധികം ആവശ്യമായിരുന്നു. വിസ സ്റ്റാമ്പിങ്ങിന് നമ്മൾ ഒരു കാരണവശാലും പിറുപിറുക്കേണ്ട കാര്യം, എന്തിനും അതിനെ ഒരു ന്യായമുണ്ട്. കറക്റ്റ്. അതുകൊണ്ടാണ് എനിക്ക് ആ സർജറി നടക്കേണ്ട വന്നത്. ആ പേപ്പർ കിട്ടിയതുകൊണ്ട് മാത്രം വിസ സ്റ്റാമ്പ് ചെയ്യാൻ കറക്റ്റായിട്ട് സാധിക്കേണ്ടി വന്നു. അത്രമാത്രം എനിക്ക് പറയുന്നുള്ളൂ. വളരെയധികം നന്ദിയുണ്ട്. ഇവിടെ വന്ന് ഇനി ഒരുപാട് സാക്ഷ്യങ്ങൾ പറയാൻ സാധിക്കുവാനായിട്ട് എല്ലാവർക്കും ഈ കേട്ടുകൊണ്ടിരിക്കുന്നവർക്കും ഇവിടെ ഇരിക്കുന്നവർക്കും ഒരുപാട്. എൻ്റെ പേര് റിയ, എൻ്റെ ഹസ്ബൻഡ് ജിബി. ഞങ്ങൾ കാനഡയിലാണ് താമസിക്കുന്നത്. ഈ വർഷം അഖണ്ഡ ജപമാല റാലിക്ക് വേണ്ടി കാനഡയിൽ നിന്ന് വന്നതാണ്. ഒക്ടോബർ 19-ാം തീയതിയാണ് അവിടുന്ന് ഫ്ലൈറ്റ് കയറിയത്. ഒക്ടോബർ 18-ന് തലേദിവസം ഞങ്ങളുടെ ഇടവക പള്ളിയിൽ സെയിൻറ്റ് ജോസഫ് ചർച്ച് മോസ്റ്റോ കാനഡ അവിടെ ഞങ്ങളുടെ നേതൃത്വത്തിൽ ജപമാല റാലി നടത്തിയിട്ടാണ് ഞങ്ങൾ വന്നത്. എല്ലാ വർഷവും ഞങ്ങൾ നടത്താറുണ്ട്. ഈ തവണ വന്നപ്പോൾ ഞങ്ങൾ അവിടുന്ന് ഫ്ലൈറ്റ് കയറുന്നതിന് മുമ്പ് അറിഞ്ഞു എൻ്റെ ഗ്രാൻഡ് മദർ മരിച്ചു എന്ന്. അമ്മയ്ക്ക് അസുഖമായിട്ട് കിടക്കുമായിരുന്നു. ആ ഫ്യൂണറലിന് സംബന്ധിക്കാനും ഞങ്ങൾക്ക് കൃപാസന മാതാവിൻ്റെ അനുഗ്രഹമുണ്ടായി. ഫ്യൂണറലിന് വന്നപ്പോൾ എല്ലാവരും വിചാരിച്ചു ഞങ്ങൾ അറിഞ്ഞിട്ട് മരണവാർത്ത അറിഞ്ഞിട്ട് വന്നതാണെന്ന്. അല്ല, 7 മാസം മുമ്പ് ഞങ്ങൾ ബുക്ക് ചെയ്ത ഫ്ലൈറ്റാണ്. എൻ്റെ ഇത് 4ാമത്തെ സാക്ഷിയാണ്. 2 തവണ ഗൂഗിൾ മീറ്റിൽ സാക്ഷ്യം പറഞ്ഞിരുന്നു. ഒരു തവണ 2 വർഷം മുമ്പ് 2023 ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു. 2ാമത് ഉടമ്പടി പുതുക്കി. എൻ്റെ ഹസ്ബൻഡ് ഇന്ന് ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നു, ഉടമ്പടി എടുത്തു. ഞങ്ങൾ ഉടമ്പടി ജീവിതത്തിൽ ജീവിക്കുന്നു, അതിനുവേണ്ടി പൂർണ്ണമായും ആഗ്രഹിക്കുന്നു. എന്നും പ്രാർത്ഥിക്കുന്നത് ഒന്നേ ഉള്ളൂ, കൃപാസനം ഉടമ്പടിയിൽ പൂർണ്ണമായും ജീവിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഞാൻ 2023 മുതലുള്ള 2 വർഷത്തെ സാക്ഷിയാണ് ഇവിടെ പറയാൻ പറ്റുള്ളൂ. അതിക്ക് മുകളിലെല്ലാം പറഞ്ഞതാണ്. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത് 2019 സെപ്റ്റംബർ 9-ാം തീയതിയാണ് എൻ്റെ ഹസ്ബൻഡ് കാനഡയിലെത്തിയത്. അത് 7 വർഷം ട്രൈ ചെയ്തിട്ട് നടക്കാതിരുന്നത് വെറും 7 ദിവസം കൊണ്ടാണ് കൃപാസന മാതാവ് നടത്തി തന്നത്. ലാസ്റ്റ് ഫ്ലൈറ്റ് ലാസ്റ്റ് ടിക്കറ്റിനാണ് എൻ്റെ ഹസ്ബൻഡിനെ കാനഡയിൽ എത്തിച്ചത്. അന്ന് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത ദിവസം 2019 സെപ്റ്റംബർ 9. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഉടമ്പടി 3 മാസമാണ്. കറക്റ്റ് 3-ാം മാസം ഡിസംബർ 9-ന് എൻ്റെ കാനഡ വിസ വന്നു. എൻ്റെ ഫസ്റ്റ് നിയോഗമായിരുന്നു അത്. അങ്ങനെ സ്റ്റുഡൻറ്റ് വിസയിൽ പോയ എൻ്റെ ഹസ്ബൻഡ്, ഞാൻ ഓപ്പൺ വർക്ക് പെർമിറ്റിൽ പോയി. വിത്തിൻ 5 ഇയേഴ്സ് എല്ലാവരും ഇവിടെ വന്ന് സാക്ഷ്യം പറയും PR കിട്ടിയെന്ന്. ഞങ്ങൾക്കിവിടെ സിറ്റിസൺഷിപ്പിൽ സാക്ഷ്യം പറയാനാണ് വന്നിരിക്കുന്നത്. അത് സമയത്തിൻ്റെ മേൽ അധികാരമുള്ള കൃപാസനം മാതാവിൽ ഉടമ്പടിയെടുത്ത് ജീവിക്കുന്നതുകൊണ്ട് മാത്രം ലഭിച്ച കാര്യമാണ്. കാരണം ഞങ്ങളൊരു ഏജൻറ്റ് ഇല്ലായിരുന്നു. ഞങ്ങൾ ഏജൻറ്റിൽ അപ്ലൈ ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് എക്സ്ട്രാ കാശ് ചിലവില്ല. ഞങ്ങൾക്ക് ഇതെങ്ങനെ പേപ്പർ വർക്ക് ചെയ്യുന്ന പോലും അറിഞ്ഞിട്ടില്ല. ഞങ്ങൾ സിറ്റിസൺഷിപ്പിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല. ഉടമ്പടിയിൽ പൂർണ്ണമായി ജീവിക്കുക, ഉടമ്പടി നിബന്ധനകൾ പാലിക്കുക. സിറ്റിസൺഷിപ്പ് ഒക്ടോബർ 23-നായിരുന്നു 2024 കഴിഞ്ഞ വർഷം. അതിനുശേഷം ഞങ്ങൾക്കിവിടെ കൃപാസനത്തിൽ വരാൻ ഒരുപാട് ആഗ്രഹിച്ചു. പക്ഷെ ഞങ്ങൾക്ക് OCA എന്ന് പറയുന്ന കാർഡ് കിട്ടണം. കൃപാസനത്തിലേക്കുള്ള വരവിന് മാത്രം ഭയങ്കര തടസ്സമാണ്. കഴിഞ്ഞ വർഷം ഞാൻ 3ാമത് ഫ്ലൈറ്റ് ബുക്ക് ചെയ്തിട്ടാണ് കൃപാസനത്തിൽ വന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചത്. 4 ദിവസത്തേക്കാണ് സാക്ഷ്യം വന്ന് പറഞ്ഞിട്ട് പോയത്. കാരണം അത്രയേറെ സാക്ഷ്യങ്ങളുണ്ട്. അവിടെ ഇരിക്കാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ അവിടെ 4 ദിവസത്തേന് ബുക്ക് ചെയ്ത് വന്നത്. ഈ വർഷം OCA കിട്ടാൻ വേണ്ടി ഏകദേശം 7 തവണയോളം എൻ്റെ ഹസ്ബൻഡിന് റിജക്ഷൻ വന്നു. സർട്ടിഫിക്കറ്റ് അയക്കുക തിരിച്ചു വരിക, അയക്കുക തിരിച്ചു വരിക. എൻ്റെയും ഏകദേശം ഒരു 4 തവണ റിജക്ഷൻ വന്നു. അവസാനം ഞാൻ പറഞ്ഞു, ഫസ്റ്റ് കൃപാസനത്തിലേക്കുള്ള ഫ്ലൈറ്റ് ബുക്ക് ചെയ്യുക.
ബാക്കി മാതാവ് തലേ ദിവസം OCA തരും. അതുപോലെ തന്നെ മാതാവ് 1 മാസം മുമ്പ് മാതാവ് OCA തന്നു, ഞങ്ങൾക്ക് ഇവിടെ വരാൻ സാധിച്ചു. പിന്നെ ഞങ്ങളുടെ കാരുണ്യപ്രവൃത്തികൾ എന്ന് പറയുന്ന സെയിൻറ്റ് ജോസഫ് ചർച്ച് മൂസ്റ്റോ, അവിടെയാണ് ഞങ്ങളെ ഇടവക. ഞാൻ പറഞ്ഞു, അവിടെ ഏകദേശം 1200 ഇടവകക്കാരുണ്ട്. ലോകത്തിലെ എമ്പാടുമുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള കനേഡിയൻ ചർച്ചാണത്. അവിടെ ശുശ്രൂഷ ചെയ്യുവാൻ ദൈവം വലിയൊരു ഭാഗ്യം ഞങ്ങൾക്ക് തന്നു. ഞാൻ അൾത്താരയിൽ അച്ഛൻ്റെ കൂടെ ശുശ്രൂഷ ചെയ്യുന്നു. ഏകദേശം വീക്കെൻഡ്സിലൊക്കെ 300 പേരോളം 350 പേരോളം കുർബാനയ്ക്ക് വരുന്നുണ്ട്. അത്രയും പുരാതനമായൊരു ഇടവക പള്ളിയാണ്. അവിടെ ശുശ്രൂഷ ചെയ്യാനും അവിടെ എല്ലാ ഫ്യൂണറൽ സർവീസിനൊക്കെ ആണെങ്കിലും എന്നെ വിളിക്കാറുണ്ട്. കാരണം അവിടെ പേയ്മെൻ്റ് ഉണ്ട്. ഞാൻ പേയ്മെൻ്റ് ഒന്നും വാങ്ങിക്കാറില്ല. അപ്പോൾ നമുക്ക് കർത്താവാണ്, തമ്പുരാനാണ് ഏറ്റവും വലുത്, പേയ്മെൻ്റ് അല്ലല്ലോ. അത് കാരണം എന്നെ എല്ലാ സർവീസിനും വിളിക്കാറുണ്ട്. എൻ്റെ ഹസ്ബൻഡാണെങ്കിലും അവിടെ സൗണ്ട് സിസ്റ്റം, കൊയർ, അതുപോലെ തന്നെ പ്രൊജക്ഷൻ, റീഡിങ്, എല്ലാ കാര്യങ്ങളിലും ഹസ്ബൻഡ് പങ്കെടുക്കാറുണ്ട്. വീക്കെൻഡ്സിൽ പള്ളി പൂട്ടി ഇറങ്ങുന്നതും അവിടുത്തെ ഒട്ടുമിക്ക വേലകൾ ചെയ്യുന്നതും ഞങ്ങളാണ്. അതിന് പാപികളായി ഞങ്ങളെ അനുഗ്രഹിച്ചതിന് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. കാരണം ഇതൊക്കെ കുഞ്ഞുനാൾ മുതലേ ഉള്ള ഏറ്റവും ചെറിയ ഉള്ളിൻ്റെ ഉള്ളിൽ കിടന്ന ആഗ്രഹങ്ങളാണ്. അത് കൃപാസനത്തിൽ ഉടമ്പടി എടുക്കുമ്പോൾ മാതാവ് കൃത്യമായ ദിശയിലൂടെ നയിക്കും. ഇവിടെ ഫിസിക്കൽ ബ്ലെസ്സിങ്ങിന് വേണ്ടിയിട്ടല്ല ശരിക്കും ഇതിൻ്റെ അർത്ഥം. കൃപാസന ഉടമ്പടിയുടെ അത് നിത്യതയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നതാണ്, അതിലേക്കുള്ള വഴിയാണ്. പിന്നെ ഞങ്ങൾ കൃപാസനത്തിൽ ഇപ്പോൾ രാവിലെ ആണെങ്കിലും ഞങ്ങളുടെ ജീവിതം തുടങ്ങുന്ന രാവിലെ എഴുന്നേൽക്കും. 5 മണിയാകുമ്പോഴേക്ക് എഴുന്നേൽക്കും, ജപമാല ചൊല്ലും, പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലും. ഇതുപോലെ തന്നെ വൈകിട്ട് ഉടമ്പടി പ്രാർത്ഥന. പിന്നെ ഞങ്ങളിപ്പോൾ വണ്ടി ഓടിക്കുകയാണെങ്കിലും 2 വണ്ടിയിലാണെങ്കിലും അവിടെ സ്പീക്കർ ഓൺ ചെയ്ത് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടേ ഞങ്ങൾ വണ്ടി ഓടിക്കുകയുള്ളൂ. അതിൻ്റെ സംരക്ഷണം ഭയങ്കര വലുതാണ്. കാരണം നൈറ്റ് ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ചിലപ്പോൾ സൈഡിലുള്ള വണ്ടി പോലും കാണത്തില്ല, പക്ഷേ മുട്ടാതെ പോകുന്നത് കാണാം. അതുപോലെ തന്നെ ഒരിക്കൽ ഒരു സൈക്കിൾ എൻ്റെ വണ്ടിക്ക് വട്ടം ചാടി, പക്ഷെ ഞാൻ അറിഞ്ഞില്ല ആരാ ബ്രേക്ക് പിടിച്ചതെന്ന്. അതുപോലെയുള്ള സംരക്ഷണമാണ് എനിക്ക് കൃപാസനത്തിൽ നിന്ന് കിട്ടിയത്. മെയിനായിട്ട് 3 കാര്യങ്ങളാണ്: ദൈവസ്വാതന്ത്ര്യം, ദൈവസമാധാനം, ദൈവസംരക്ഷണം. ഈ സംരക്ഷണം എന്ന് പറയുമ്പോൾ ഇപ്പം ഞങ്ങൾ പോന്നപ്പം ഞങ്ങൾക്ക് വീട് കിട്ടിയ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. അത് കൃത്യം ഞാൻ ഡിസംബർ 25 കൃത്യം 10:40 റജേന എയർപോർട്ടിൽ മാതാവിനെ എത്തിച്ചത്. അതേ സെയിം ടൈമിൽ 2 വർഷങ്ങൾക്കിപ്പുറം 2019 ഡിസംബർ 25 10:40 റജേന എയർപോർട്ടിൽ എത്തിച്ചു. 2021 ഡിസംബർ 25 കൃത്യം 10:40 സെയിം ടൈമിലാണ് മാതാവ് സ്വന്തമായിട്ടൊരു ഭവനത്തിൻ്റെ കീ തന്നത്. ഏകദേശം 15 സെൻറ്റോളം സ്ഥലമുണ്ട്. ഇപ്പം ഞങ്ങളുടെ വീട് ഞങ്ങൾ പോരാൻ നേരത്ത് ലെഫ്റ്റ് സൈഡിലുള്ള അമ്മച്ചി വീടിൻ്റെ അകത്തും, റൈറ്റ് സൈഡിലുള്ള അമ്മച്ചി വീടിൻ്റെ പുറവും ഫ്രണ്ടിലും ബാക്കിലും, അതുപോലെ തന്നെ തൊട്ടപ്പുറയുള്ളൊരു ഡേവിഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും കനേഡിയൻസാണ്. പുള്ളിയാണ് ഞങ്ങളുടെ വണ്ടികളും ഗ്രാജും എല്ലാം നോക്കുന്നത്. ഇതൊക്കെ മാതാവിൻ്റെ സംരക്ഷണമാണ്. നമ്മുടെ ഒരു കഴിവുമില്ല. ഞങ്ങൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്നത് ഫ്രണ്ടിലും ബാക്കിലുള്ള ഡോറുണ്ട്. 2 ഡോറും ക്രോസ് ചെയ്യണമെങ്കിൽ കൃപാസനം, തൈലം, വിശ്വാസ പ്രമാണം ചൊല്ലി പറ്റിയിട്ടേ ഞങ്ങൾ ഇറങ്ങത്തുള്ളൂ. കാരണം അതിൻ്റെ സംരക്ഷണം ഈ 2019 സെപ്റ്റംബർ 9 ഉടമ്പടി എടുത്ത അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ അനുഭവിക്കുന്ന കാര്യമാണ്. ബാക്കി എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് തെളിവുകളുണ്ട്, ആര് ചോദിച്ചാലും. കാരണം PR ഒക്കെ കിട്ടിയത് എൻ്റെ വർക്ക് പെർമിറ്റിൻ്റെ ലാസ്റ്റ് ഡേ ആണ്. നവംബർ 24 എൻ്റെ വർക്ക് പെർമിറ്റ് തീരണു. അന്ന് രാവിലെ കൃത്യം 10 മണിക്ക് PR കയ്യിൽ. അപ്പം ഇതൊക്കെ സാക്ഷ്യം പറഞ്ഞതാണ്, അതുകൊണ്ട് എനിക്ക് പറയാൻ പറ്റില്ല. പിന്നെ ഈ 2 വർഷത്തിനിടയിൽ കൂടുതലും കിട്ടിയത് മറ്റുള്ളവർക്കുള്ള അനുഗ്രഹമായിരുന്നു. കുഞ്ഞുനാൾ മുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നതാണ്. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരുപാട് നമ്മൾ കരഞ്ഞ്, ഒരുപാട് പ്രാർത്ഥിച്ച്, ഒരുപാട് സമയം എടുത്തായിരുന്നു അവർക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ എനിക്കുള്ള അനുഗ്രഹം പെട്ടെന്ന് കിട്ടും. പക്ഷേ ഈ ഉടമ്പടിക്ക് ശേഷമുള്ള പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് അപ്പം തന്നെ അവർക്ക് കിട്ടും. അത് ഭയങ്കര ഒരു അനുഗ്രഹമാണ്. അത് എൻ്റെ ഒരു ഫ്രണ്ടിന് അത് വലിയൊരു കേസായിരുന്നു. കേസ് പോകേണ്ട കാര്യമായിരുന്നു, ഡീപ്പോർട്ട് ചെയ്യേണ്ട ഒരു പ്രശ്നം വരെ എത്തിയായിരുന്നു. അപ്പം ഞങ്ങൾ പള്ളിയിൽ ഇങ്ങനെ ശുശ്രൂഷ ചെയ്യുന്നതുകൊണ്ട് എൻ്റെ അടുത്ത് ഒരു 10 മിനിറ്റ് തരാമോ സംസാരിക്കണം എന്ന് പറഞ്ഞ് വന്ന് സംസാരിച്ചപ്പം ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാം. ഞാൻ കൃപാസനത്തെക്കുറിച്ച് എല്ലാം പറഞ്ഞു കൊടുത്തു. ഇപ്പോൾ കൃപാസനത്തിൻ്റെ വലിയ ഭക്തനാണ് ഞാൻ. 1 മാസമായിട്ട് ഒരു റിപ്ലൈ ഉണ്ടായിരുന്നില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇന്ന് 4 മണിക്ക് മുമ്പ്
ഒരു റിപ്ലൈ തന്നിരിക്കണം, അവർ വിളിക്കണം. അതുപോലെ തന്നെ ഏകദേശം ഒരു 1 മണിയൊക്കെ ആയപ്പോഴേക്കും അന്ന് തന്നെ 1 മാസം കിട്ടാതിരുന്ന റിപ്ലൈ വന്ന് പിറ്റേ ദിവസം മീറ്റിംഗ് വെച്ചു. ആ കേസൊക്കെ സോൾവായി. അത് ഡിസ്ക്ലോസ് ചെയ്യരുതെന്ന് വന്നു, അല്ലെങ്കിൽ അത് ഡീപ്പോർട്ട് ചെയ്യേണ്ട കേസായിരുന്നു. അതെനിക്കിവിടെ വെളിപ്പെടുത്താൻ പറ്റത്തില്ല, ആൾ വന്നിട്ടില്ലാത്തതുകൊണ്ട്. പിന്നെ എൻ്റെ കഴിഞ്ഞ ഉടമ്പടിയിൽ പുതുക്കിയപ്പോൾ വെച്ച കാര്യമായിരുന്നു എൻ്റെ ബ്രദറിൻ്റെ വീട്, അതും വാൻകോവറിൽ. അതൊന്നും സ്വപ്നം കാണാൻ പോലും പറ്റില്ല നമുക്ക്. അതും എൻ്റെ ഉടമ്പടിയിൽ വെച്ചത്. അതെനിക്കിവിടെ പറയാൻ സാധിക്കില്ല, ബ്രദർ വന്നിട്ടില്ല. ഇതുപോലെ ഒരുപാട് പേർക്കുള്ള അനുഗ്രഹങ്ങളുണ്ട്. പിന്നെ വേറൊരു അത്ഭുതം എന്ന് പറയുന്നത്, ഞങ്ങൾ ഒരു വെക്കേഷന് പോയി ബാൻഫ് എന്ന് പറയുന്ന സ്ഥലത്ത്. അവിടെ വളരെ ഇടുങ്ങിയ വഴികളാണ്, ഭയങ്കര തിരക്കുമാണ്, എല്ലായിടത്തും സിഗ്നലും ഉണ്ട്. അപ്പോൾ ഒരു സിഗ്നലിൻ്റെ അടുത്ത് എത്തുമ്പോൾ 4 കൂടി ഒരു കവലയായിരുന്നു. 4 ക്യാമറകളുണ്ടായിരുന്നു, സിഗ്നൽ ഉണ്ടായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് നന്നായിട്ട് വണ്ടി ഓടിക്കുന്നതാണ്, പക്ഷേ കൺഫ്യൂസ്ഡ് ആയിട്ട് നമ്മൾ റെഡ് ലൈനിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞപ്പം പെട്ടെന്ന് ഞങ്ങൾക്ക് ഷോക്കായി. കാരണം പൈസ പോകുന്നത് മാത്രമല്ല, നമ്മുടെ ക്രെഡിറ്റ് സ്കോറിനെ അത് അഫക്റ്റ് ചെയ്യും. മാതാവ് തന്ന ക്രെഡിറ്റ് സ്കോറാണ് എനിക്ക്, അതൊക്കെ ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കണെയാണ്. എന്നിട്ട് ഞങ്ങൾ കുറച്ച് പാർക്കിങ്ങിലേക്ക് അവിടെ മാറ്റി പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്കങ്ങ് ഭയങ്കര വിഷമമായി. ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി. അപ്പം ബാക്കിൽ വന്ന ആൾ വേറെ ഒരു രാജ്യക്കാരനാണ്, വിയറ്റ്നാമിയോ അങ്ങനെ എന്തോ ആയിരുന്നു, വിയറ്റ്നാമീസ്. അപ്പോൾ പുള്ളി വണ്ടി നിർത്തി ഞങ്ങളുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഈ നാട്ടുകാരനാണ്, നിങ്ങൾ ഇനി വണ്ടി ഓടിക്കുമ്പോൾ സൂക്ഷിച്ച് ഓടിക്കണം, നിങ്ങൾ റെഡ് ലൈനിലാണ് ക്രോസ് ചെയ്തതെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു, ക്യാമറ ഉണ്ടായിരുന്നോ? ഉണ്ടായിരിക്കുമല്ലോ എന്ന് പറഞ്ഞു. അതുപോലെ തിരിച്ച് ഞങ്ങൾ വന്നപ്പോൾ അവിടെ ക്യാമറ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മാതാവിനോട് ഒന്ന് പ്രാർത്ഥിച്ചു, മാതാവ് 2 സെക്കൻഡ് നേരത്തേക്ക് ആ 4 ക്യാമറയൊന്ന് ഓഫാക്കിയേക്കണം കേട്ടോ എന്ന് പറഞ്ഞു. അതുപോലെ ഇത് സംഭവിച്ചിട്ട് ഇപ്പോൾ 2 വർഷമായി. അത് ഒന്നും ഞങ്ങൾക്ക് ഫൈൻ വന്നിട്ടില്ല. അതുപോലെ തന്നെ പോലീസ് വണ്ടിയുടെ ബാക്കിലുണ്ടെങ്കിൽ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞങ്ങൾ ചൊല്ലും. പിന്നെ അവർ ഏത് വഴി പോകുന്നു നമുക്കറിയത്തില്ല. പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ അനുഗ്രഹം ഭയങ്കരം, നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അതിൻ്റെ സംരക്ഷണവും സമാധാനവും. പിന്നെ ഞങ്ങളിപ്പോൾ രാവിലെ എനിക്ക് അച്ഛൻ ഇവിടെ കൃപാസനത്തിൽ ജോസഫ് അച്ഛൻ പറഞ്ഞിട്ടുണ്ട്, ഇഫ് യു ആർ സിൻസിയർ ഗോഡ് വിൽ ബി സീരിയസ്, ഇഫ് യു ആർ സീരിയസ് ഗോഡ് വിൽ ബി സിൻസിയർ. അതുപോലെ തന്നെ എനിക്ക് കുർബാന ഞാൻ ഒരിക്കലും മുടക്കത്തില്ല, എന്നും പള്ളിയിൽ പോകും. അങ്ങനെ വിദേശ രാജ്യങ്ങളിൽ അത് പല സമയത്താണ്. ഞങ്ങളുടെ പള്ളിയിൽ എന്ന് പറഞ്ഞാൽ തിങ്കളാഴ്ച കുർബാനയില്ല, ബാക്കി എല്ലാ ദിവസങ്ങളിലും കുർബാനയുണ്ട്. അത് പല സമയങ്ങളിലുമാണ്. അപ്പോൾ നമുക്കങ്ങനെ ഫുൾ ടൈം ജോബില്ലാതെ നമുക്കവിടെ ജീവിക്കാൻ പറ്റില്ല. പക്ഷെ എനിക്ക് കുർബാന മുടങ്ങാൻ എനിക്ക് സഹിക്കാൻ പറ്റില്ല. ഞാൻ എൻ്റെ ജോബെല്ലാം ക്വിറ്റ് ചെയ്യും, ഗവൺമെൻറ് ജോബാണെങ്കിൽ പോലും. പക്ഷേ നമ്മൾ സീരിയസ് ആണെങ്കിൽ ദൈവം സിൻസിയർ ആയിരിക്കും. എനിക്ക് അങ്ങനെ ക്വിറ്റ് ചെയ്തപ്പം ഇവിടത്തെ പോലെയല്ല, അവിടെ കാഷ്വൽ ജോബായി മാറും അത്. അങ്ങനെ എനിക്ക് 5 ജോബായി. 5 എന്ന് പറഞ്ഞാൽ 3 ഗവൺമെൻറ് സ്ഥാപനത്തിൽ, സസ്കച്ചൻ ഹെൽത്ത് അതോറിറ്റിയിൽ, 1 സെമി ഗവൺമെൻറ്, 1 പ്രൈവറ്റ്, ഇങ്ങനെ 5 സ്ഥാപനങ്ങളിൽ. പിന്നെ ഇപ്പം ഞാൻ ഫുൾ ടൈം പള്ളിയിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ട് ഞാനിപ്പോൾ 2 സ്ഥലത്തേ പോകുന്നുള്ളൂ, ഒന്ന് പ്രൈവറ്റും ഒന്ന് ഗവൺമെൻറ്റും. ഇത് എൻ്റെ യാതൊരു യോഗ്യതയോ മെറിറ്റും ഇല്ല. ഇത് ഓരോ ഇൻ്റർവ്യൂവിനും അറ്റൻഡ് ചെയ്യുന്നതിന് മുമ്പ് അച്ഛൻ്റെ ധ്യാനപ്രസംഗം കേൾക്കും, അച്ഛൻ എന്താ പറയുന്നതെന്ന് കേൾക്കും. പിന്നെ ഓരോ സാക്ഷ്യങ്ങളിൽ ഓരോരുത്തരും പറയുന്ന കാര്യങ്ങൾ അതുപോലെ ചെയ്യാൻ ശ്രമിക്കും. ഈ ലാസ്റ്റ് ഇപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് 3 ദിവസം എനിക്ക് ജോലിക്ക് പോയാൽ മതി, 4 ദിവസം ഞങ്ങൾക്ക് 2 പേർക്കും ഫുൾ ടൈം ഞങ്ങൾക്ക് ഒന്നിച്ചിരിക്കാൻ, അതായത് പള്ളിയിൽ വേല ചെയ്യാനും ഞങ്ങൾക്ക് ഒന്നിച്ചിരിക്കാനുമുള്ള സമയം. അതൊരു കാനഡയിൽ അത് എങ്ങനെ നടക്കുന്നു എന്ന് ചോദിച്ചാൽ പലരും വിശ്വസിക്കുക പോലുമില്ല. പക്ഷേ ഇത് വാസ്തവമാണ്. എനിക്ക് 3 ദിവസം ഞാൻ ജോലി ചെയ്യുന്നുള്ളൂ, അത് ഫുൾ ടൈമാണ്, 12.5 hour. ഈ ജോലിയിൽ ഞാൻ പോകുന്നതിന് മുമ്പ് ഇവിടുത്തെ ഡെയിലി ബ്രെഡ് ഇവിടെ 5:30 എന്ന് പറയുന്നത് അവിടെ കറക്റ്റ് വൈകിട്ട് 6 മണിക്കാണ്. അപ്പോൾ 6 മണിക്ക് ഞങ്ങളുടെ സന്ധ്യാപ്രാർത്ഥന തുടങ്ങും. സന്ധ്യാപ്രാർത്ഥന കഴിഞ്ഞ് ബൈബിൾ വായന കഴിഞ്ഞിട്ടാണ് ഞാൻ ഡ്യൂട്ടിക്ക് പോകുന്നത്. ഡ്യൂട്ടിക്ക് പോയിട്ട് പിറ്റേ ദിവസം ഞാനവിടെ ഞാൻ ഒരു നേഴ്സുള്ളൂ, എനിക്ക് 7 കെയർ സ്റ്റാഫുണ്ട്. ഒരു നേഴ്സ് ഉണ്ടെങ്കിൽ പോലും ഞാൻ ഇൻചാർജ് ആയിരിക്കും. അപ്പോൾ എനിക്ക് എൻ്റെ സമയത്തിന് ദൈവം ബ്രേക്ക് എടുക്കാനുള്ള അവസരമൊക്കെ തന്നിട്ടുണ്ട്. അപ്പം 2 ബ്രേക്ക് എടുക്കും. ആദ്യത്തെ ബ്രേക്കിന് ഞാൻ ഉറങ്ങും, 2ാമത്തെ ബ്രേക്കിന് അതായത് 4:45-5 o'clock എൻ്റെ ബ്രേക്ക് എടുക്കും. ഞാൻ ചാപ്പലിൽ പോയിരുന്ന് ജപമാല ചൊല്ലി എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ച് ഞങ്ങൾ വീഡിയോ കോളിലാണ് രാവിലത്തെ പ്രഭാത പ്രാർത്ഥന. അത് ശരിക്കും എൻ്റെ ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ, എനിക്ക് ജോലിക്ക് ഡിമാൻഡുകളുണ്ടായിരുന്നു. അത് ഞാൻ ഒരിക്കലും ഞായറാഴ്ച ജോലി ചെയ്യത്തില്ല, ഞാൻ ചെയ്തിട്ടുമില്ല. അഥവാ ചെയ്യേണ്ടി വന്നാൽ ഞാൻ ആ കാശ് എടുക്കാറില്ല. എനിക്കങ്ങനെ 2 തവണ കാനഡയിൽ ആളില്ലാത്തതുകൊണ്ട് ജോലി ചെയ്യേണ്ടി വന്നു. പക്ഷേ നമ്മൾ ആ കാശ് ഉപയോഗിക്കത്തില്ല. അതുകൊണ്ട് ഞായറാഴ്ച ഞാൻ ജോലി ചെയ്യത്തില്ല. പിന്നെ എനിക്ക് സന്ധ്യാപ്രാർത്ഥന, ഉടമ്പടി പ്രാർത്ഥന മുടങ്ങാൻ പാടില്ല. അതുപോലെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എനിക്ക് മുടങ്ങാൻ പാടില്ല. പിന്നെ എല്ലാ കുർബാനയ്ക്കും എനിക്ക് അറ്റൻഡ് ചെയ്യണം. പക്ഷേ ഇങ്ങനെ ഒരു ഡിമാൻഡ് വെച്ചിട്ട് ജോലി
തരാൻ ദൈവത്തിന് സാധിക്കും കൃപാസന മാതാവിലൂടെ. നിങ്ങൾ ഉടമ്പടി എടുക്കൂ, നിങ്ങൾക്കും കിട്ടും. അതുപോലെ തന്നെ അതൊരു വലിയൊരു കുടുംബ സമാധാനമാണ്. പിന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്നവരൊക്കെ ബൈബിൾ വായിക്കണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. അത് മലയാളികളൊന്നുമല്ല, പല രാജ്യക്കാരാണ്, ആഫ്രിക്കൻസ്, ഫിലിപ്പിനോസൊക്കെ ഉണ്ട്. പക്ഷേ ഞാൻ പറയുമ്പോൾ അവർ കേൾക്കും. എൻ്റെ സാക്ഷ്യങ്ങളും അതുപോലെ തന്നെ ദൈവാനുഗ്രഹങ്ങളും ദൈവത്തെ എപ്പോഴും പുകഴ്ത്തുക എന്നുള്ളതാണ്. അപ്പം ഞാൻ ജോലി കഴിഞ്ഞ് ഞാൻ ഓരോ ദിവസം ഇങ്ങനെ ചിന്തിക്കും, ഇന്ന് എന്താ ചെയ്യേണ്ടത് പുതിയതായിട്ട്. അപ്പം ഓരോ ദിവസം എൻ്റെ ഉടമ്പടി പുതുക്കാൻ ശ്രമിക്കും. മഹാപാപിയാണ് ഞാൻ. അപ്പം എനിക്ക് ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തിൽ ആശ്രയം വെച്ച് ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ ഓരോ ദിവസം ഉടമ്പടി എങ്ങനെ മുന്നോട്ട് നന്നായിട്ട് കൊണ്ടുപോകാമെന്ന് എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഇപ്പം ഞാൻ ചിന്തിക്കുന്നത്, നമ്മൾ റിപ്പോർട്ട് വായിച്ച് കഴിഞ്ഞിട്ട് രാവിലെ കഴിഞ്ഞ് കഴിയുമ്പം എല്ലാവരും കൂടെ ചെന്നൊരു ഹല്ലേലൂയ, ദൈവത്തെ ഒന്ന് മഹത്വപ്പെടുത്തുക. അപ്പം ഞാൻ പറയുമ്പോൾ എല്ലാവരും കേൾക്കും. അങ്ങനെ അതുപോലെ തന്നെ മെഡിസിൻ കൊടുക്കാൻ ഞാൻ പോകുമ്പോൾ അവിടെ കെയർ സ്റ്റാഫ് ഉണ്ടെങ്കിൽ ഞങ്ങൾ കൈ പൊക്കിയിട്ട് ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ് ഇങ്ങനെയൊക്കെ പറയും. അതൊക്കെ ഒരു ഭയങ്കര എന്താ പറയുന്ന ഒരു സ്വർഗീയ അനുഭവമാണ് ജോബ് പ്ലേസിൽ അങ്ങനെ സംഭവിക്കുക എന്ന് പറയുന്നത്. അതൊക്കെയാണ് ഏറ്റവും വലിയ ആനന്ദം. പിന്നെ സംരക്ഷണത്തിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ നമുക്ക് എന്തെങ്കിലും ഡൗട്ട് വരുവാണെങ്കിൽ അച്ഛൻ്റെ ഏതെങ്കിലും ഒരു ഉടമ്പടി ധ്യാനം കേൾക്കുക. അതിനകത്ത് അച്ഛൻ കൃത്യമായ മറുപടി പറയും. അത് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട്. 2-3 പറയാം. ഞാൻ ബാങ്കിൽ ലോണിന് വേണ്ടി, വീടിൻ്റെ ലോണിന് വേണ്ടി ക്യൂ നിൽക്കുമ്പം 3 മണിക്കാണ് അപ്പോയിൻമെൻറ്റ്. അപ്പോൾ ഏകദേശം ഞാൻ ഇത്ര നേരത്തെ ചെന്നു, 2:45 ആയി. അപ്പോൾ ഞാൻ അവിടെ നിന്നപ്പോൾ അന്ന് കൊറോണയുടെ സമയമാണ്. അപ്പോൾ ഞാൻ ബാക്കിൽ പുറത്ത് ക്യൂ നിന്നപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തു ഒരു ഉടമ്പടി ധ്യാനം ഓൺ ചെയ്തപ്പോൾ അച്ഛൻ പറയുന്നത്, നിങ്ങളിപ്പോൾ ബാങ്കിൻ്റെ മുമ്പിൽ ലോണിന് വേണ്ടി ക്യൂ നിൽക്കുമായിരിക്കും. അപ്പം ഞാൻ പറഞ്ഞു, അതെ അച്ഛൻ പറ. അപ്പോൾ അച്ഛൻ പറയുന്നത് തമ്പുരാൻ കൈവിട്ട കാര്യമാണ് പറയുന്നത്. അപ്പം ഞാൻ വിചാരിച്ചു ദൈവം എന്താവും. പിന്നെ എൻ്റെ ടേൺ എത്തി, ഞാൻ ആളെ കണ്ടു, അപ്പോയിൻമെൻ്റ് എടുത്ത ആളെ കണ്ട് തിരിച്ചിറങ്ങി. അപ്പോൾ ഞാൻ വിചാരിച്ചു അച്ഛൻ പറഞ്ഞ എൻ്റെ ക്ലൈമാക്സ് എന്താണെന്ന് കേൾക്കാൻ വേണ്ടി ഒന്നുകൂടെ ഓൺ ചെയ്തപ്പോൾ അത് ഏത് ദിവസത്തെ ധ്യാനമാണെന്ന് ഞാൻ ഓർക്കുന്നില്ല. അതുപോലെ തന്നെ ആ ബാങ്കിൽ നിന്ന് എനിക്ക് അന്ന് തരാമെന്ന് പറഞ്ഞെങ്കിൽ ആ ബാങ്കിൽ നിന്നല്ല എനിക്ക് ലോൺ കിട്ടിയത്. അതുപോലെ തന്നെ ഒരു ദിവസം ഞങ്ങൾ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുക രാത്രി. അപ്പോൾ ഉടമ്പടി ധ്യാനം ഓൺ ചെയ്തുകൊണ്ടിരുന്നു. അപ്പം മീൻ വറുത്തിട്ടുണ്ട്, മോരുണ്ട്. അപ്പോൾ ഞങ്ങൾ മോരും കൂട്ടി ചോറുണ്ട്. അപ്പം ഞാൻ പറഞ്ഞു, എടാ ഈ മീനിന് നല്ല മുള്ളുണ്ട് കേട്ടോ, സൂക്ഷിച്ച് കഴിക്കണം എന്ന് പറഞ്ഞ് അപ്പം തന്നെ അച്ഛൻ പറയുന്നത്, നിങ്ങൾ ചോറിൻ്റെ കൂടെ മോരൊഴിച്ച മീൻ കൂട്ടി കഴിക്കണമെങ്കിൽ നിങ്ങൾ മുള്ള് മാറ്റിയിട്ടല്ലേ കഴിക്കണേന്ന്. ഇത് ഏത് ദിവസത്തെയാണെന്ന് അറിയത്തില്ല, പക്ഷെ കേട്ടവരുണ്ടാകും. ഇതൊക്കെ തെളിവാണ്, ഉടമ്പടി ധ്യാനത്തിൽ പറഞ്ഞതാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ഇപ്പം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥലത്തേക്ക് അത് 12.5 hours ആയതുകൊണ്ട് 3 ദിവസം എനിക്ക് ജോലിക്ക് പോയാൽ മതി. അത് ഫുൾ ടൈം ആയതുകൊണ്ട് ഞാൻ അവിടെ അപ്ലൈ ചെയ്തതാണ്. അപ്ലൈ ചെയ്ത് ഞാൻ ആ ഇൻ്റർവ്യൂവിന് പോകുന്നതിന് മുമ്പ് പാർക്കിംഗ് ലോട്ടിൽ ഇരുന്നപ്പം ഞാനിങ്ങനെ ഓർത്തു, അച്ഛൻ്റെ ഉടമ്പടി ധ്യാനം കേൾക്കാം, അച്ഛൻ എന്താ പറയുന്നത്. അപ്പോൾ അച്ഛൻ പറയുന്ന ഇതാണ്, നിങ്ങൾ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയിട്ടോ നിങ്ങൾ പൊങ്ങച്ചൻ പറയാൻ വേണ്ടിയിട്ടോ ഒരു ജോലിക്ക് വേണ്ടി ശ്രമിക്കരുത്. നിങ്ങളുടെ ആവശ്യം, നിങ്ങളുടെ കൃത്യമായ ആവശ്യം എന്താണെന്ന് ദൈവത്തോട് പറയാൻ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ ദൈവമേ, എനിക്ക് എൻ്റെ ഹസ്ബൻഡ് കൂടെ കുറച്ച് നേരം കൂടുതൽ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് എൻ്റെ മനസ്സിലുള്ളത് ഞാൻ ദൈവത്തോട് പറഞ്ഞു. അതുപോലെ തന്നെ ജോലിക്ക് കയറി ഇൻ്റർവ്യൂ കഴിഞ്ഞ ഉടനെ തന്നെ എന്നെ വിളിച്ചുകൊണ്ട് പോയി ജോലി തരുക ചെയ്തത്. ഇത് കേൾക്കുമ്പോൾ വിചാരിക്കരുത് അവിടെ നല്ല ജോലി കിട്ടാൻ എളുപ്പമുള്ള സ്ഥലമാണ്. ഭയങ്കര പാടാണ്. 1 വർഷമായിട്ടും ജോലി കിട്ടാൻ പാടുള്ളവരുണ്ട്. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ, നിങ്ങൾ എന്നും പള്ളിയിലേക്ക് വാ, അവിടെ എടുത്ത് വെച്ചേക്കുക. PR, ജോലി, സിറ്റിസൺഷിപ്പ്, ഇതൊക്കെ അല്ലേ അൾത്താരയിൽ എടുത്ത് വെച്ചേക്കുക. നിങ്ങളൊന്ന് വന്നാൽ മതി. അതുപോലെ തന്നെ ഇവിടെയുള്ള അമ്മമാരോട് എനിക്ക് പറയാനുണ്ട്, പലരും ഉടമ്പടി എടുത്ത് പോയവരാണ്. അവരുടെ മക്കൾ നിങ്ങളുടെ ഉടമ്പടിയിൽ കാനഡയിലൊക്കെ എത്തി. പക്ഷേ ഞാൻ കാണുന്ന കുറേ കുട്ടികളൊന്നും പള്ളിയിൽ വരാറേ ഇല്ല. അപ്പം ഞാൻ പറയും, മോളുടെ അമ്മയുടെ ഉടമ്പടിയിലാട്ടോ ഇവിടെ എത്തിയേക്കണേ എന്ന് പറയും. അങ്ങനെ ഞാൻ ആരെ കണ്ടാലും എൻ്റെ ചെറുപ്പം മുതലേ ഞാൻ പറയുമായിരുന്നു, നിങ്ങൾ പള്ളിയിൽ വാ, പ്രാർത്ഥിക്ക്, കൃപാസനത്തെക്കുറിച്ച് പറയും, അതുപോലെ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യും. ഞാൻ വണ്ടി ഓടിക്കുമ്പോഴാണ് മിക്കവാറും ഞങ്ങൾ സാക്ഷ്യങ്ങളൊക്കെ കൂടുതലും കേൾക്കുന്നത്. അപ്പോൾ കേൾക്കുമ്പം വണ്ടി സൈഡിൽ ഒതുക്കി അപ്പോൾ കരയുമായിരിക്കും. സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടം വരും. കരഞ്ഞിട്ട് വണ്ടി ഓടിക്കാൻ പറ്റാതെ വന്നിട്ടുണ്ട്. പിന്നെ സൈഡിൽ ഒതുക്കി സാക്ഷ്യം ഷെയർ ചെയ്തിട്ടാണ് തുടർന്ന് വണ്ടി ഓടിക്കുന്നത്. അപ്പം അങ്ങനെ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് കുടുംബ സമാധാനമാണ്. കാരുണ്യപ്രവൃത്തി എന്ന് പറയുന്നത് എനിക്ക് ഞാനൊരു MSc നഴ്സാണ്. BSc നഴ്സിംഗ് കഴിഞ്ഞപ്പോൾ എനിക്ക് ഇൻറ്റേൺഷിപ്പിൽ 2000 രൂപയായിരുന്നു അന്ന് കിട്ടിയത്, 2008. അന്ന് അതിൻ്റെ 200 രൂപ അന്ന് മുതൽ കൊടുത്തു തുടങ്ങിയതാണ്. ഇപ്പോൾ ഏകദേശം ദൈവത്തിൻ്റെ കൃപ, ദൈവം തന്നത് ഏകദേശം 60,000 ഒക്കെ കൊടുക്കുന്നുണ്ട്. അത് ഞങ്ങളറിയാത്തവരുടെ കൈകളിലേക്കാണ് പോകുന്നത്. പിന്നെ
പിന്നെ ആരുടെ കയ്യിലാണ് ആര് വന്ന് ചോദിച്ചാലും എനിക്ക് കൊടുക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഈ തവണ നാട്ടിൽ വന്നപ്പോൾ ഞങ്ങൾ ഡിസൈഡ് ചെയ്തു, ഞങ്ങളുടെ പേരൻസിന് ഞങ്ങൾ അക്കൗണ്ടിൽ അയക്കാറുണ്ട്, പക്ഷേ അത് കൈ കൊടുക്കുന്നത് അതൊരു വേറൊരു സുഖമല്ലേ. അപ്പം ഞങ്ങൾ പറഞ്ഞു ഒരു നിശ്ചിത തുക ഞങ്ങൾ 2 പപ്പമാർക്കും മമ്മിമാർക്കും അങ്ങനെ കൊടുക്കാൻ തീരുമാനിച്ചു. എൻ്റെ വീട്ടിൽ ചെന്നപ്പം ഞാൻ എൻ്റെ പപ്പയ്ക്ക് കൊടുത്തു. അപ്പം പപ്പ വാങ്ങിച്ചില്ല. അപ്പം പപ്പയ്ക്ക് അറിയാം എൻ്റെ അവസ്ഥ, നമ്മുടെ കൊടുക്കുന്നവരുടെ കയ്യിൽ അങ്ങനെ കൈ കാണത്തില്ലല്ലോ. പക്ഷേ ആവശ്യം മുഴുവൻ തമ്പുരാൻ സ്വർഗത്തിൽ നിന്ന് ഇറക്കി തരും. പക്ഷേ അപ്പോൾ പപ്പ പറഞ്ഞു എനിക്ക് വേണ്ടടി എന്ന് പറഞ്ഞു. എനിക്ക് വേണ്ട, നീ വെച്ചോ, എൻ്റെ കയ്യിൽ കാശുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു പപ്പ ഈ സാധനമൊക്കെ കൊടുത്താലാണ് ഇത് വർദ്ധിക്കുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല 200 രൂപ കൊടുത്തു തുടങ്ങിയതാണ്. അത് ദൈവത്തിൻ്റെ അനുഗ്രഹം മാത്രം. പിന്നെ ഒരു ജോലി കിട്ടുന്നതിന് മുമ്പ് ഞാൻ ദൈവത്തോടാണ് എൻ്റെ ഡിമാൻഡ് പറയാറ്. ഞാൻ പണ്ട് കോളേജിൽ പഠിപ്പിക്കാൻ നേരത്ത് അന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ട്, എനിക്ക് നീ 35,000 തരുവാണെങ്കിൽ ഒരു 3,500 ദശാംശം കൊടുക്കാമല്ലോ എന്ന്. അന്ന് എൻ്റെ മുമ്പിലിരുന്ന പ്രിൻസിപ്പൽ അച്ഛൻ എന്നോട് ചോദിച്ചപ്പോൾ ഞാൻ 30 എന്നാണ് പറഞ്ഞോളൂ. പക്ഷേ അച്ഛൻ അകത്ത് പോയി എഴുതി തന്ന എമൗണ്ട് 35 അപ്പോൾ അതുപോലെ ഫസ്റ്റ് ദൈവത്തോട് നമ്മൾ ഡിമാൻഡ് പറയുക. എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് അതായത് ഇതിന് ശേഷം ജോലി കിട്ടിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുമെന്നുള്ളത് ദൈവത്തോട് ആദ്യം ഒന്ന് ബോധിപ്പിച്ചാൽ തമ്പുരാൻ അത് തരും. പത്രമൊക്കെ കൊടുക്കുന്ന ഇപ്പം എൻ്റെ കയ്യിൽ പത്രം കിട്ടുന്നില്ല. അതിൻ്റെ ഒരു കുറവ് ഇപ്പോഴും ഉണ്ട്. കാരണം അത് ഞാൻ ഓൺലൈനിൽ ഇവിടെ ബുക്ക് ചെയ്തിട്ടാണ് പോകുന്നത്. ഓൺലൈനിൽ വരുത്താനുള്ള സാഹചര്യമുണ്ട്. അല്ലാതെ എൻ്റെ കയ്യിൽ പത്രം കിട്ടിയാൽ അത് ഇരിക്കത്തില്ല. ഞാൻ ഹിന്ദിക്കാർക്കൊക്കെ ഞാൻ ഭോപ്പാലിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പം കോളേജിൽ MSc നഴ്സിംഗ് സ്റ്റുഡൻസിനൊക്കെ ഞാൻ താള് കീറി കൊടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. കാരണം എൻ്റെ സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഞാനത് കൊടുക്കുന്നത്. അപ്പോൾ ആവശ്യക്കാർ കൂടും. എൻ്റെ പള്ളിയിലാണെങ്കിലും ഈ ബോയ്സൊക്കെ പിള്ളേരൊക്കെ വന്ന് അങ്ങനെ സാക്ഷ്യം 4 ആൾ കൂടുന്നോർത്ത് എന്തായാലും ഞാൻ കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞിരിക്കും. അപ്പോൾ പറഞ്ഞപ്പം ഒരു ദിവസം എൻ്റെ കയ്യിൽ ബാക്കി ഒരു പത്രമുണ്ട്. അതൊരു വണ്ടി തരുന്നു ഞങ്ങൾ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വണ്ടിയിൽ വെക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പത്രമാണ്. അപ്പോൾ ഒരു കൊച്ചു കൈ നീട്ടിയപ്പോൾ എനിക്ക് കൊടുക്കാൻ പോലും പറ്റിയില്ല. അതുപോലെ കാരണം താളായിട്ടും കീറിയ പത്രമൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ കഴിഞ്ഞ വർഷം ഇവിടെ നിന്ന് പോയപ്പം കൃപാസന പത്രം മലയാളം കൊണ്ടായിരുന്നു. അപ്പോൾ അവിടെ മലയാളികൾക്ക് കൊടുത്തു. പിന്നെ എൻ്റെ കയ്യിൽ ബാക്കിയിരിക്കുക. അപ്പോഴാണ് ജീസസ് യൂത്തിൻ്റെ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ അവിടുത്തെ ഒരു കോർഡിനേറ്റർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു വരണം. അപ്പം ഞാൻ വിചാരിച്ചു നല്ലൊരു ചാൻസ് ആണല്ലോ. അപ്പോൾ കൃപാസന പത്രമായിട്ട് അവിടെ പോയി ആ വാതിൽക്ക് ഡോറിൻ്റെ അവിടെ നിന്നപ്പം അവൾ എന്നോട് പറഞ്ഞു, ഞാൻ പറഞ്ഞു ഇത് എൻ്റെ കയ്യിൽ കുറേ കൃപാസന പത്രമൊക്കെ ഉണ്ട്, ഇതിപ്പോൾ ഇവിടെ കൊടുക്കാമല്ലോ. അപ്പോൾ അവൾ പറഞ്ഞു അത് ഇവിടെ എടുക്കണ്ട കേട്ടോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചിരിച്ചിട്ട് മനസ്സിൽ വിചാരിച്ചു ഇത് മൊത്തം കൊടുത്തു തീർത്തിട്ട് ഞാനിവിടെ നിന്ന് ഇറങ്ങുള്ളൂ എന്ന്. അതുപോലെ തന്നെ കൈ ബാക്കി കെട്ടിയവർക്ക് കൊടുക്കാൻ പറ്റിയില്ല. പക്ഷേ ബാക്കി എല്ലാവർക്കും എൻ്റെ സാക്ഷ്യങ്ങൾ പറഞ്ഞ് നിർത്തി കൊടുത്തുള്ളൂ. പിന്നെ ഞാൻ ഇപ്പോൾ ഫ്ലൈറ്റിൽ നമ്മൾ വരുമ്പോൾ നെടുമ്പാശ്ശേരിയിലേക്ക് എത്തുമ്പോൾ എനിക്കറിയാം കുറേ പേര് ഇത് കൃപാസനത്തിന് എതിരാണ്. അപ്പോൾ ഞാൻ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ തൊട്ടടുത്തേക്കുന്ന ആൾ ആരെങ്കിലും ഒന്ന് ചോദിക്കാൻ വേണ്ടി നോക്കിക്കും നിങ്ങളെ എങ്ങോട്ടാന്ന്. അപ്പം ഞാൻ എടുത്ത വഴിക്ക് ഞാൻ കൃപാസനത്തേക്ക് കാനഡയിൽ നിന്ന് വരുന്ന കൃപാസനത്തിലേക്ക് കൃപാസന മാതാവിന് സാക്ഷ്യം പറയാൻ വേണ്ടി വന്നതാണ്. അപ്പം ഈ തൊട്ടടുത്തേക്കുന്ന ആളോട് സ്വല്പം ചെറിയ സ്വരത്തിൽ പറഞ്ഞാൽ മതി. പക്ഷെ ഞാൻ ഒരു 100 മീറ്റർ ദൂരമുള്ള ഒരാളോട് കേൾക്കത്തക്ക രീതിയിൽ ഉറക്കിയേ പറയത്തുള്ളൂ. അപ്പം ആരെങ്കിലും കേൾക്കുമല്ലോ. കാരണം എല്ലാവർക്കും അനുഗ്രഹം കിട്ടട്ടെ. ഞങ്ങൾക്ക് കിട്ടിയ മെയിൻ കാര്യം എന്ന് വെച്ചാൽ ദൈവസ്വാതന്ത്ര്യം, ദൈവസമാധാനം, ദൈവസംരക്ഷണവും. കൃപാസന മാതാവിനും തിരുകുമാരനും 1000 നന്ദി. Thanks to God and Mother